Hello. 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 എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അനുദിനം വളരുകയും മറ്റുള്ളവർക്ക് യേശുക്രിസ്തുവിന്റെ മാതൃക പകർന്നു നൽകുകയും ചെയ്യുന്ന അനുഭവമാണ് പൗരോഹിത്യം. ഈ ലോക ജീവിതയാത്രയിൽ 90 വർഷങ്ങൾ പിന്നിട്ട് 91-ാം വയസ്സിലേക്ക് പ്രവേശിക്കുന്ന എത്രയും ബഹുമാനം നിറഞ്ഞ ടി തോമസ് അച്ഛന്റെ
ജന്മദിനത്തിൽ സ്തോത്ര പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഏവർക്കും ഒരുങ്ങാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കൊയർ ഒരു ഗാനം ആലപിക്കുന്നു. കൗമയ്ക്കും പ്രാരംഭ പ്രാർത്ഥനയ്ക്കുമായി മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്തയെ ഏറ്റവും വിനയത്തോടുകൂടെ ക്ഷണിച്ചുകൊള്ളുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. ാത്തവനെ നീ പരിശുദ്ധനാകുന്നു. തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ നിനക്ക് സ്തുതി. ോട് രാജാവേ നിനക്ക് സ്തുതി. വാദിക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാക്കപ്പെടണമേ. രാജ്യം വരണമേ. തിരുവിഷ്ണു സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ കടന്ന ദോഷം ഞങ്ങൾ ക്ഷമിക്കണമേ. തുടർന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമേൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, കാലത്തിന്റെ സ്തമിക്കുകയും പകൽ കടന്നു പോവുകയും അന്ധകാരം ഭൂമിയെ മൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ നേരത്ത് നിന്റെ മക്കളാ ഞങ്ങൾക്ക് തിരുസനിൽ ചേർന്ന് വരുവാൻ ഈ അവസരം വേർതിരിച്ച് തന്നിരിക്കുന്ന ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നീതിയിൽ സൂര്യനായ യഹോവയെ അടുത്ത പ്രകാശം കൊണ്ട് ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ഈ ലോകത്തിന്റെ വെളിച്ചങ്ങളായിട്ട് ശോഭിപ്പാൻ സ്ഥാനങ്ങളിൽ നിങ്ങൾ എടുത്തുപയോഗിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലം നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളെ വഴി നിർത്തിയ അവിടുത്തെ ദിവ്യമായിട്ടുള്ള കൃപകൾക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, കാലത്തിലും നിങ്ങൾക്ക് മതിയാനായി ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ അനുഗ്രഹങ്ങളൊക്കെ നൽകി തരുന്നതിനായി കൂടെ ഇരിക്കുകയും സന്തത സഹചാരിയായി കാണപ്പെടുകയും ചെയ്യുന്നത് ഓർത്ത് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് തിരുമുമ്പായി ചേർന്ന് വന്നിരിക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ടി തോമസ് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് കൊടുത്തിരിക്കുന്ന ആയുസ്സിനായിട്ട് സ്തോത്രം. നവതിയിലേക്ക് പ്രവേശിപ്പാനൊക്കെ അവിടുന്ന് ഇടയാക്കിയിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നൽകിയ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാൻ, നടത്തിയ വഴികളെ കുറിച്ചും നടത്തിയ വിധങ്ങളെ കുറിച്ചും ഒക്കെ ധ്യാനിക്കുവാൻ, ദൈവസന്നിധിയിൽ സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിലുള്ള സന്തോഷത്തിന്റെ ഓഹരിക്കാരനായിട്ടൊക്കെ തീരുവാൻ നീ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇതിൽ വന്ന് സംബന്ധിക്കുന്ന എല്ലാവരെയും വിവിധ സ്ഥലങ്ങള് വെർച്വൽ മീഡിയയിലൂടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കൂടിവരവും തിരുവചന ധ്യാനവും പ്രാർത്ഥനയും ഞങ്ങൾക്ക് എല്ലാവർക്കും ആത്മീയ അഭിവൃദ്ധിക്ക് മുഖാന്തരമായി തീരുന്നതോടൊപ്പം ആയത് തിരുനാമഹത്തിനായിട്ടും തിരുസഭയുടെ കെട്ടുപണിക്കായും ദൈവരാജ്യത്തിന് വ്യാപനത്തിനുമായി തീരുവാൻ അവിടുന്ന് കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയയുടെ കേൾക്കണമേ. ആമേൻ. സ്വാഗതത്തിനുമായി പാരിക്കാട് സിഹിയോൻ ഇടവകയുടെ വികാരിയുടെ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട റവറൻ ഉമ്മൻ ഫിലിപ്പ് അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നിതാന്ത വന്യ ദിവ്യ മഹിമശ്രീ ഡോക്ടർ സീഡോഷ്യസ് മാർത്തമ്മ മെത്രാപ്പൊലീത്ത തിരുമേനി, നിതാന്ത വന്യ ദിവ്യശ്രീ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ തിരുമേനി, വന്യ ദിവ്യശ്രീ ടി തോമസ് കശീശ അച്ഛൻ, എൻ്റെ ബഹുമാന്യരായ സഹപ്രവർത്തകരായ വൈദികരെ, ഈ സദസ്സിൽ നേരിട്ടും വെബിലും ഈ ജന്മദിന സ്തോത്ര പ്രാർത്ഥനയിലും അനുമോദന യോഗത്തിലും സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട അച്ഛൻ്റെ കുടുംബാംഗങ്ങളെ, ബഹുമാനപ്പെട്ട ടി തോമസ് അച്ഛൻ 90 പിന്നിട്ട്
91 വയസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ വാരിക്കാട് സഹിയോൻ ഇടവക സന്തോഷത്തോടെ ജന്മദിന ആശംസകൾ അറിയിക്കട്ടെ. ഉന്നതമായ ദൈവരാജ്യ മൂല്യങ്ങളെ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ ഒരു ശിഷ്യൻ എന്ന നിലയിൽ തൻ്റെ ഗുരുവിൻ്റെ ആശയങ്ങളിലൂടെ സംവദിക്കുകയും തൻ്റെ പ്രവർത്തനങ്ങളിൽ അത് സാംശീകരിക്കുകയും ചെയ്ത പുരോഹിത ശ്രേഷ്ഠൻ ഇന്നും അച്ഛൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിഷ്പക്ഷമായ നിലപാടുകളിലൂടെ നേരിനു വേണ്ടി നിലകൊള്ളുകയും അത് സൗമ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വം. ദൈവശാസ്ത്ര അധ്യാപകൻ, ഇടവക പട്ടക്കാരൻ, പ്രഭാഷകൻ, എഴുത്തുകാരൻ എന്നീ നിലകളിൽ ശോഭിക്കുന്ന ആത്മീയ ആചാര്യന് അനുമോദനങ്ങൾ. വളരെ സന്തോഷത്തോടെ ഈ കൂട്ടായ്മയിലേക്ക് അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ നിതാന്ത വന്നിയ ദിവ്യ മഹിമശ്രീ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി സഭയുടെ നാമത്തിൽ അച്ഛനെ അനുമോദിക്കാനും നമ്മെ അനുഗ്രഹിക്കുവാനുമാണ് ഈ കൂട്ടായ്മയിൽ നമ്മോടുകൂടെ ചേരുന്നത്. തിരുമേനി നിർദ്ദേശിച്ചതിന് പ്രകാരമാണ് അച്ഛനെക്കുറിച്ചൊരു റൈറ്റപ്പ് തന്നെ ഇന്നത്തെ മനോരമയിൽ കൊടുക്കത്തക്കവണ്ണം തയ്യാറാക്കിയത്. നവാഭിഷക്തനായ മെത്രാപ്പൊലീത്ത തിരുമേനിക്ക് അനുമോദനങ്ങൾ. സഭയാണ് എൻ്റെ കുടുംബം എന്ന് ഓർപ്പിക്കുന്ന തിരുമേനി സഭ നൽകിയ പാരമ്പര്യം മാറ്റി സ്വീകരിച്ചത് ഓർക്കുമ്പോൾ നിഖ്യായിലെ വിശ്വാസ സംരക്ഷകന്റെ കാവലാൾ എന്ന നിലയിൽ ഈ ഘട്ടത്തിൽ മാർത്തോമാ സഭയ്ക്ക് എല്ലാ അർത്ഥത്തിലും കാവലായി അനുഗ്രഹകരമായ നേതൃത്വത്തിന് എല്ലാ ദൈവസഹായവും ഇടവക മക്കൾ എന്ന നിലയിൽ പ്രാർത്ഥിക്കുന്നു എന്ന തിരുമേനി അറിയിച്ചുകൊണ്ട് ഭക്തി ആദരപൂർവം ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിതാന്ത വന്നിയ ദിവ്യശ്രീ തോമസ് മാർ തീമോത്തിയോസ് എപ്പിസ്കോപ്പ തിരുമേനി നമ്മുടെ സഭയുടെ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസന എപ്പിസ്കോപ്പയാണല്ലോ. ഒരു പട്ടക്കാരന്റെ പുത്രൻ എന്ന നിലയിൽ പട്ടക്കാരോട് വ്യക്തിബന്ധങ്ങൾ പുലർത്തുന്നതുകൊണ്ടാകാം ഈ സന്ദേശം നൽകാൻ തിരുമേനിയെ ക്ഷണിക്കാം എന്ന് പ്രിയപ്പെട്ടവർ ആഗ്രഹിച്ചത്. പട്ടക്കാരോട്, അവരുടെ കുടുംബാംഗങ്ങളോട് തിരുമേനി പുലർത്തുന്ന സ്നേഹവായ്പ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കൂട്ടായ്മയിലേക്ക് സ്നേഹപൂർവ്വം അഭിവന്യ തീമോത്തിയോസ് തിരുമേനിയെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ടി തോമസ് അച്ഛൻ്റെ കുടുംബാംഗങ്ങളുടെ താല്പര്യവും അതിലുപരി സഹിയോൻ മാർത്തോമാ ഇടവകയുടെ ജന്മദിന ആശംസകൾ അറിയിക്കാൻ നിരണമാരാമൺ ഭദ്രാസന സെക്രട്ടറി ദിവ്യശ്രീ ജോർജൻ മാത്യൂസ് ജോൺ അച്ഛനിവിടെ നേരിട്ട് സന്നിഹിതനാണല്ലോ. വളരെ സന്തോഷത്തോടെ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. പ്രൊഫസർ AVT സാർ, പ്രൊഫസർ എബ്രഹാം മാത്യു സാർ, കൂമ്പമ്പാട്ട കുടുംബാംഗങ്ങളുടെ പ്രതിനിധിയായി മിസസ് കുഞ്ഞമ്മ എബ്രഹാം എന്നിവർ ആശംസകൾ വെബിലൂടെ അറിയിക്കുന്നുണ്ട്. ദയവായി എല്ലാവരും ശ്രദ്ധിക്കണം. 3 മിനിറ്റ് കൊണ്ട് അവരുടെ സന്ദേശങ്ങൾ പറയാനായിട്ട് ശ്രമിക്കണം. വാരിക്കാട് സഹിയോൻ ഇടവക നവതി ആഘോഷിക്കുന്ന എല്ലാ അംഗങ്ങളെയും അനുമോദിക്കുന്ന പതിവുണ്ട്. അതിൻ്റെ ഭാഗം കൂടെ ആയിട്ടാണ് ഇത്തരത്തിൽ ഈ കൂട്ടായ്മ ക്രമീകരിച്ചിരിക്കുന്നത്. ഇടവകയുടെ കൈസ്ഥാന സമിതി അംഗങ്ങൾ, പ്രത്യേകിച്ച് അച്ഛൻ പാർക്കുന്ന പനക്കുമുറി ഏറിയ പ്രാർത്ഥനാ കൂട്ടത്തിലെ അംഗങ്ങൾ, ഈ വെബിലൂടെ അച്ഛനുമായി താല്പര്യവും സ്നേഹവുമുള്ള അച്ഛൻ്റെ മാതൃ ഇടവകയിലെ മുൻ വികാരി ബഹുമാനപ്പെട്ട VS ജോൺ അച്ഛൻ, റിട്ടയർ ചെയ്ത് കോന്നിയിൽ പാർക്കുന്ന റവറൻഡ് ഡോക്ടർ ജോർജ് മാത്യു കുറ്റിയിൽ അച്ഛൻ,
കോട്ടയം മെറിസ്ലേം ഇടവകയുടെ വികാരി ഡോക്ടർ കെ വൈ ജേക്കബ്, മറ്റ് ധാരാളം വൈദികർ, ഈ വെബിൽ ധാരാളം മാർത്തോമാ സഭാംഗങ്ങൾ ഈ വെബിൽ ഒത്ത് ചേർന്നിട്ടുണ്ട്. അവരെല്ലാം വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ഇടവകാംഗങ്ങളായ ബഹുമാനപ്പെട്ട കെ പി ജോസഫ് അച്ഛൻ, പ്രസാദ് വി കുര്യത്തച്ഛൻ, കെ ജി അലക്സാണ്ടർ അച്ഛൻ, ഒ സി കുര്യൻ അച്ഛൻ, പി പി കുരുള അച്ഛൻ, ഈ അച്ഛന്മാരോടൊപ്പം നമ്മുടെ കിഴക്കൻ മുത്തൂർ സെന്റ് പോൾസ് മാർത്തോമാ ഇടവകയുടെ വികാരിയായ ജോർജി വർഗീസ് അച്ഛൻ, ഈ വന്ദ്യരായ വൈദിക സഹോദരങ്ങളെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛൻ്റെ മക്കൾ, അവരുടെ കുടുംബാംഗങ്ങൾ, ഡോക്ടർ തോമസ് ടി തോമസ്, MLA ശ്രീ മാത്യു ടി തോമസ്, അവരുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, ഡോക്ടർ തോമസ് ടി തോമസിൻ്റെ മകൾ മജിസ്ട്രേറ്റ് മിസ് അനു ടി തോമസ്, കാഞ്ഞിരപ്പള്ളി മജിസ്ട്രേറ്റ്, ഈ യോഗത്തിൽ സംബന്ധിക്കുന്നു. വളരെ സന്തോഷത്തോടെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ പ്രിയപ്പെട്ട ടി തോമസ് അച്ഛന് ആയുരാരോഗ്യ സൗഖ്യം, തുടർന്നുള്ള ദിനങ്ങളിൽ അനുഗ്രഹകരമായി സന്തോഷകരമായി സൗഖ്യത്തോടെ ദൈവകൃപയോടെ ഇരിക്കാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. കേൾക്കാമല്ലോ അല്ലേ? ആഗോള സഭയുടെ വളർച്ചയുടെ നിർണായക കാലഘട്ടത്തിൽ സഭയുടെ സുന്നഹദോസിന് നേതൃത്വം നൽകിയ ചക്രവർത്തിയുടെ നാമം, യെരുശലേം, അന്ത്യോക്യൻ, അലക്സാന്ദ്രിയ എന്നിവിടങ്ങളിലെ പാത്രിക്കീസിന്റെ നാമം, ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടവൻ എന്ന നാമം അന്വർത്ഥമാകും വിധം മലങ്കര മർത്തോമാ സുറിയാനി സഭയുടെ സിംഹാസനത്തിൽ 22ാം മർത്തോമയായി ആരൂഢനായിരിക്കുന്ന തിയോഡോഷ്യസ് മർത്തോമാ മെത്രാപ്പൊലീത്ത, നിതാന്ത്യ മഹിമശ്രീ തിയോഡോഷ്യസ് മർത്തോമാ മെത്രാപ്പൊലീത്തയെ അനുഗ്രഹ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. പ്രിയേക ദൈവത്തിന് സ്തുതി. സന്നിഹിതരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, അഭിമന്യ തോമസ് മാർ തിമോത്തിയോസ് തിരുമേനി, നവതി ആഘോഷിക്കുന്ന ബഹുമാനപ്പെട്ട ടി തോമസ് അച്ഛൻ, കുടുംബ അംഗങ്ങളെ, വാരിക്കാട്ട് സഹിയോൻ മാർത്തോമ ഇടവയിലെ അംഗങ്ങളെ, അടുത്തുനിന്നും ദൂരത്തുനിന്നും ഇതിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള ഏവരുമേ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിലുള്ള എൻ്റെ സ്നേഹ വന്ദനം. ഇന്ന് നമുക്കേവർക്കും ഏറെ സന്തോഷം നൽകുന്നതും ദൈവസന്നിധിയിൽ നമുക്ക് സ്തോത്രം അർപ്പിക്കുവാൻ സഹായമായി തീരുന്നതുമായിട്ടുള്ള ഒരു സുദിനമാണ്. നാം ഏവരും നമ്മെ സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട ടി തോമസ് അച്ഛൻ തൻ്റെ നവതി ആഘോഷിക്കുന്നതായിട്ടുള്ള ദിനം മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ പേരിൽ, സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഈ അവസരത്തിൽ എല്ലാ ജന്മദിന ആശംസകളും ഞാൻ അർപ്പിക്കുന്നതോടൊപ്പം ആയുസ്സും ആരോഗ്യവും നൽകി ദൈവം തമ്പുരാൻ അച്ഛനെ വഴി നടത്തുകയും യജമാന്റെ സന്നിധിയിലുള്ള സന്തോഷങ്ങൾക്ക് എല്ലായ്പ്പോഴും ഓഹരിക്കാരനായി തീരുവാൻ തക്കവണ്ണം ദൈവം സംഗതിയാക്കട്ടെ എന്നത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛനുമായി വിവിധ രീതിയിൽ നാം ഓരോരുത്തരും വിവിധ അനുഭവങ്ങളിലൂടെയും സ്നേഹബന്ധത്തിലൂടെയും എല്ലാം കഴിഞ്ഞ കാലങ്ങളിലൂടെ സഭയ്ക്കുള്ളിലും സമൂഹത്തിലുമൊക്കെ ജീവിച്ച് വളർന്നു വരുന്നതിന് നമുക്കിടയായിട്ട് തീർന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട അച്ഛനെ മലങ്കര മാർത്തോമാ സുറിയാനി സഭയിൽ ഒരു വൈദികനായിട്ട് നൽകിയതിൽ നിങ്ങളോട് ഏവരോടും ചേർന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
ദൈവം സഭയ്ക്ക് നൽകിയതായിട്ടുള്ള ഒരു ദാനം. ദൈവം വിളിച്ച് വേർതിരിച്ച് വൈദിക ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചതായുള്ള നാൾ മുതൽ കൂടുതൽ ഗൗരവമായും കാര്യക്ഷമമായും ഫലപ്രദമായും പ്രിയപ്പെട്ട അച്ഛൻ തിരുസഭയുടെ കെട്ടുപണിക്കും ദൈവരാജ്യത്തിന്റെ വ്യാപനത്തിനുമായി തൻ്റെ ജീവിതത്തെ ചെലവിടുകയും ദൈവം നൽകിയിരിക്കുന്ന സദ്വർത്തമാനം ഏവരെയും അറിയിക്കുന്നതിൽ എല്ലായ്പ്പോഴും ഉത്സുകനായിട്ട് കാണപ്പെടുകയും സുവിശേഷ പ്രവർത്തനങ്ങളിലൂടെ എല്ലാം വ്യാപൃതനായിട്ട് തീരുകയും ചെയ്തത് ഈ അവസരം ദൈവസന്നിധിയിൽ നന്ദിയോടും സ്തോത്രത്തോടും കൂടി അല്ലാതെ നമുക്ക് ഓർക്കുന്നതിനായിട്ട് സാധിക്കുകയില്ല. ദൈവം അച്ഛനിലൂടെ ഈ ലോകത്തിൽ നൽകിയതായിട്ടുള്ള മക്കൾ അവർ ഓരോരുത്തരും മാതാപിതാക്കളുടെ ലാളനയേറ്റ് വളർന്നു വന്നു എന്നത് കൂടാതെ അവരിലൂടെ ജീവിതത്തിൽ ലഭിച്ചതായിട്ടുള്ള മൂല്യങ്ങൾ, പ്രത്യേകിച്ച് ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങൾ ജീവിതത്തിൽ സ്വീകരിച്ച് മൂല്യാധിഷ്ഠിതമായുള്ള ജീവിതം നയിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നു എന്നത് മാതാപിതാക്കൾക്ക് അവരുടെ ജീവിതത്തിലൂടെ അവർ നൽകുന്ന ഒരു വലിയ സമ്മാനമാണ്. അത് ലോകത്തിനെ കാണുന്നതിനും ആ നല്ല സാക്ഷ്യം എല്ലാവർക്കും സന്തോഷകരമായി സ്വീകരിക്കുന്നതിനും ഒക്കെ ഇടയായിട്ട് തീരുന്നുണ്ട്. പ്രിയപ്പെട്ട അച്ഛൻ്റെ മകൻ അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് താനെ മന്ത്രിയാകുന്ന അവസരം അതിനായിട്ട് താൻ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങളന്ന് തിരുവനന്തപുരത്ത് സെന്റ് തോമസ് സ്കൂളിലെ ചാപ്പലിൽ രാവിലെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതായുള്ള അവസരമാണ്. ദൈവത്തിന്റെ വിളി നിയോഗം അനുഭവിച്ചതായിട്ടുള്ള മകൻ ആ അവസരത്തിൽ ദേവാലയത്തിൽ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് ചുമതല സ്ഥാനത്തേക്കൊക്കെ പ്രവേശിച്ചത് ഞാൻ നേരിട്ട് കാണുകയുണ്ടായി. ഇത് തൻ്റെ ജീവിതത്തിൽ സാംശീകരിക്കപ്പെട്ട് അലിഞ്ഞ് ചേർന്നത് മാതാപിതാക്കൾ നൽകിയതായിട്ടുള്ള വളർച്ചയിലൂടെയാണ് എന്ന് ഞാൻ പറയുമ്പോൾ മക്കൾ ഓരോരുത്തരും അതത് സ്ഥാനങ്ങളിൽ നിറവേറ്റുന്നതായിട്ടുള്ള അവരുടെ ജീവിത നിലവാരത്തിലൂടെ എത്രയോ വലിയ സാക്ഷ്യമാണ് സഭയിലും സമൂഹത്തിലും നൽകുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരുന്നത്. പ്രിയപ്പെട്ട ടി തോമസ് അച്ഛൻ പഠിച്ചതായിട്ടുള്ള ലെനാർഡ് തിയോളജിക്കൽ കോളേജിലാണ് എനിക്കും പഠിക്കുന്നതിനിടയായിട്ട് തീർന്നത്. ആ കാലഘട്ടത്തിൽ മലങ്കര മാർത്തോമാ സുറിയാനി സഭയിൽ വൈദിക ശുശ്രൂഷയിലേക്ക് അധികം ആരും കടന്നു വരാത്തതായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ദൈവവിളിക്ക് അനുസരണമായി സഭാ ശുശ്രൂഷയിലേക്ക് അച്ഛൻ പ്രവേശിക്കുവാൻ തക്കവണ്ണം പ്രത്യേകം താല്പര്യപ്പെട്ടു. ഒരു സമ്പന്നമായ കുടുംബത്തിന്റെ ഭാഗമായിരുന്നിട്ടും ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടും സഭയിലും സമൂഹത്തിനുമുള്ള ശുശ്രൂഷയാണ് തൻ്റെ ജീവിത ഉദ്ദേശം എന്ന തിരിച്ചറിവ് അച്ഛൻ്റെ ജീവിത സമർപ്പണത്തിന്റെ ഒരു വലിയ ഉദാഹരണമാണ്. അച്ഛൻ ശുശ്രൂഷ ചെയ്തതായിട്ടുള്ള ബോംബെ, സാന്റാക്രൂസ്, സെന്റ് തോമസ് ഇടവകയിൽ അതിനുശേഷം പിന്നീടുള്ള വർഷങ്ങൾ 4 വർഷങ്ങൾ ആ ഇടവകയിൽ ഒരു ശമാശനായിട്ടും പിന്നീട് ഒരു പട്ടക്കാരനായിട്ടും ശുശ്രൂഷ അനുഷ്ഠിക്കുവാൻ തക്കവണ്ണം എനിക്കിടയായിട്ടുണ്ട്, സഹവികാരിയായിട്ട്. അച്ഛൻ ആ ഇടവകയിൽ ചെയ്തതായുള്ള ശുശ്രൂഷകളെ കുറിച്ചൊക്കെ കേൾക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ അതിൻ്റെ ഭാഗഭാക്കായിട്ട് തീരുന്നതിനുമൊക്കെ എനിക്ക് ഇടയായിട്ട് തീർന്നത് ഈ അവസരം നന്ദിപൂർവ്വം ഓർക്കുന്നു. തുടർന്ന് പ്രിയപ്പെട്ട അച്ഛൻ കോട്ടയം ജെറുസലേം മാർത്തോമാ ഇടവകയിൽ വികാരിയായിരിക്കുന്ന അവസരത്തിലാണ് ഒരു ക്രിസ്മസിന്റെ കാലയളവിൽ എന്നെ ക്രിസ്മസ് സന്ദേശം നൽകുന്നതിനായിട്ട് ഇടവകയിലേക്കൊക്കെ ക്ഷണിച്ചത്.
അച്ഛനെ പ്രത്യേകമായിട്ട് എന്നോടുള്ള താല്പര്യവും അതേ അവസരത്തിൽ തന്നെ സഭയിൽ വളർന്നു വരേണ്ട ആവശ്യകത കണ്ടുകൊണ്ട് അവസരങ്ങൾ നൽകിയതുമായ ഒന്നാണ് എന്നത് ഞാൻ ഇപ്പോഴും കണക്കാക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ടി തോമസ് അച്ഛൻ അമേരിക്കയിൽ യേൽ ബെർക്ക്ലി ഡിവിനിറ്റി സ്കൂളിൽ നിന്ന് ദൈവശാസ്ത്രത്തിൽ ബിരുദാനന്ത ബിരുദം കരസ്ഥമാക്കിയതായിട്ടുള്ള വ്യക്തിയാണ്. തന്നോടുകൂടെ പഠിച്ചതായിട്ടുള്ള രണ്ടുപേര് മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ഭാഗ്യസ്മരണീയരായ ബെസേലിയസ് മാർത്തമ മാത്യൂസ് ദ്വിതീയൻ കത്തോലിക്ക ബാവായും തോമസ് മാ മക്കാറിയസ് മെത്രാപ്പോലീത്ത തിരുമേനിയും ആയിരുന്നു എന്ന് പറയുമ്പോൾ ഒരുമിച്ച് പഠിച്ചതായിട്ടുള്ള സതീർത്ഥർ എപ്രകാരമുള്ളവരായിരുന്നു എന്നത് മനസ്സിലാക്കാൻ നമുക്കിടയാവുന്നുണ്ട്. ഉന്നതമായുള്ള ഈ ബിരുദം എല്ലാം തനിക്ക് ലഭിച്ചിട്ടുള്ളപ്പോഴും ഒരു ദൈവശാസ്ത്ര അധ്യാപകൻ, പണ്ഡിതൻ, പ്രസംഗകൻ, എഴുത്തുകാരൻ എന്നീ നിലകളിലെല്ലാം തൻ്റെ ജീവിതത്തിലൂടെ താനെ ശുശ്രൂഷകളൊക്കെ അനുഷ്ഠിച്ച സാഹചര്യത്തിലും മലയാളത്തിലും ഇംഗ്ലീഷിലുമെല്ലാം പുസ്തകങ്ങൾ രചിക്കുന്നതിനായിട്ടും സംസാരിക്കുന്നതിനായിട്ടും അച്ഛന് അവസരങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ള വേളയിലും വളരെയധികം ലാളിത്യത്തോടുകൂടി ജീവിക്കുവാനായിട്ടാണ് അച്ഛൻ ശ്രമിച്ചത് എന്നത് കഴിഞ്ഞകാല ജീവിതം തെളിയിക്കുന്നുണ്ട്. അനേക സ്ഥലങ്ങളിൽ കാൽനടയായിട്ടും സൈക്കിളിലും പിന്നീട് ഇരുചക്ര വാഹനത്തിലുമൊക്കെ യാത്ര ചെയ്താണ് അച്ഛൻ്റെ കാലയളവിൽ വിവിധ ഇടവുകളിലെ ശുശ്രൂഷകൾ നിർവഹിച്ചത് എന്നത് പറയുമ്പോൾ തൻ്റെ സമർപ്പണത്തെ അത് സൂചിപ്പിക്കുന്നതായിട്ടുള്ള വസ്തുതയാണ്. ഇന്നായിരുന്നുവെങ്കിൽ കാറിലൊക്കെ യാത്ര ചെയ്യേണ്ട ഒരു വ്യക്തിയാണ്. എന്നാൽ തനിക്ക് ലഭിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ വിനിയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നും ദൈവരാജ്യ ശുശ്രൂഷയിൽ പങ്കാളിയായിട്ട് തീരണമെന്നും പ്രിയപ്പെട്ട അച്ഛൻ ആഗ്രഹിച്ചു എന്നതാണ് ഞാൻ സൂചിപ്പിക്കുന്നതിനായിട്ട് ശ്രമിക്കുന്നത്. ദാരിദ്ര്യം അനുഭവിക്കുന്നതായിട്ടുള്ള സമൂഹത്തിലും അതിലെ കുടുംബങ്ങൾക്കും തൻ്റെ കുടുംബത്തിൽ നിന്ന് പോലും ഭക്ഷണസാധനങ്ങൾ എത്തിച്ച് നൽകുവാൻ തക്കവണ്ണം അച്ഛൻ ആഗ്രഹിച്ചിരുന്നു, അതിനായിട്ട് തുനിഞ്ഞിരുന്നു എന്നത് ചരിത്രം സാക്ഷിക്കുന്നുണ്ട്. നിലപാടുകൾ എടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ യാതൊരു സങ്കോചവും കൂടാതെ ഉറച്ചതായിട്ടുള്ള നിലപാടുകളൊക്കെ എടുക്കുകയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചും ദൈവത്തോടെ ആലോചന ചോദിച്ചും താൻ എടുത്തതായുള്ള തീരുമാനങ്ങൾ ഒരിക്കലും അതിനെ വ്യതിരിക്കേണ്ടതായുള്ള ആവശ്യകത ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കി നിലപാടുകൾ ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം അച്ഛൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ആളുകളുടെ ജീവിത ആവശ്യങ്ങളെ നോക്കിക്കണ്ട് ദൈവസ്നേഹത്തിൽ അതിനോട് പ്രതികരിക്കുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട അച്ഛൻ എല്ലായ്പ്പോഴും ശ്രദ്ധിച്ചിരുന്നു. തൻ്റെ സ്വത്തിൽ നിന്ന് ഏകദേശം 2.5 ഏക്കർ ഭൂമി താന് വീടുകൾ വെച്ച് നൽകുന്നതിനായിട്ട് വേർതിരിച്ചു എന്നത് പറയുമ്പോൾ സമൂഹത്തിൽ ഭൂമിയില്ലാത്ത ആളുകളുടെയും ഭവനങ്ങളില്ലാത്തതായുള്ള ആളുകളുടെയും ആവശ്യങ്ങളോട് എങ്ങനെയാണ് ദൈവസ്നേഹത്തിൽ പ്രതികരിക്കുവാനായിട്ട് ഇടയായി തീർന്നത് എന്നത് സമർത്ഥിക്കുന്നുണ്ട്. തങ്ങളുടെ താമസ സ്ഥലം നഷ്ടമായ ഒരു ദളിത് പെൺകുട്ടിക്ക് നീതി നേടിക്കൊടുക്കുവാൻ തക്കവണ്ണം അച്ഛനെടുത്തതായുള്ള നിലപാടുകൾ, പരിശ്രമങ്ങൾ തൻ്റെ പൗരോഹിത്യ പാതയിൽ അച്ഛനെ വ്യത്യസ്തനാക്കി തീർക്കുന്നു എന്നത് പറയുന്നതിനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. എപ്പോഴും എവിടെ ന്യായം മറിച്ചിടപ്പെടുന്നുണ്ടോ അവിടെ അസ്വസ്ഥനാകുന്ന ഒരു ഹൃദയത്തിന്റെ ഉടമയാണ് പ്രിയപ്പെട്ട അച്ഛൻ. അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിലൂടെ സഭയുടെ ശുശ്രൂഷകളൊക്കെ നിറവേറ്റി എന്നൊരു വാക്കിൽ പറയുന്നതിനേക്കാളൊക്കെ അപ്പുറമായി സഭയെ ദൈവം ഈ ലോകത്തിന്റെ രൂപാന്തരത്തിനായിട്ട് ആക്കി വെച്ചിരിക്കുന്നു എന്നത് മനസ്സിലാക്കി തൻ്റെ സഭയിലൂടെയുള്ള ശുശ്രൂഷകൾ സമൂഹത്തിന്റെ രൂപാന്തരത്തിന് ഉതകുന്ന രീതിയിൽ നൽകുവാൻ തക്കവണ്ണം
പ്രിയപ്പെട്ട അച്ഛനേറെ അതിന്റെ ആയുസ്സിന്റെ ദിനങ്ങളെല്ലാം അപ്രകാരം അനുഗ്രഹീതമാക്കി തീർക്കുകയും ചെയ്തു. ഇന്ന് നാം നവതി ആഘോഷിക്കുന്നതായുള്ള അവസരത്തിൽ ദൈവം സന്തോഷിക്കുന്നു എന്നത് ഞാൻ അനുമാനിക്കുന്നു. ആ ദൈവ സന്തോഷത്തിന്റെ ഓഹരിക്കാരായി തീരുവാൻ ഈ അവസരത്തിൽ ഇതിൽ സംബന്ധിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഇടയാവട്ടെ എന്നത് ഞാൻ ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട അച്ഛന് ജന്മദിനത്തിന്റെ എല്ലാ ആശംസകളും നൽകുന്നതോടൊപ്പം ആയുരാരോഗ്യം നൽകി ദൈവം തമ്പുരാൻ കാക്കുകയും തന്റെ ആയുസ്സിന്റെ എല്ലാ നാളുകളിലും ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി അനേകരുടെ ജീവിതത്തിന് ദൈവസ്നേഹത്തിന്റെ മാധുര്യം പകർന്നു കൊടുത്തുകൊണ്ട് ആയുസ്സെ ശ്രേഷ്ഠമാക്കുവാൻ സർവശക്തനായുള്ള ദൈവം തുണയ്ക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസകളോടും കൂടി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ. സൗമ്യതയോടും പുഞ്ചിരിയോടും നമ്മെ സ്വീകരിക്കുന്ന ഇടയശ്രേഷ്ഠൻ മലങ്കര മർത്തോമാ സുറിയാനി സഭയുടെ ചെങ്ങന്നൂർ, മാവേലിക്കര, റാന്നി, നിലയ്ക്കൽ എന്നീ ഭദ്രാസനങ്ങളുടെ അധ്യക്ഷനായിരിക്കുന്ന അഭിവന്യ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ തിരുമേനിയെ തിരുവചന സന്ദേശത്തിനായി ഏറ്റവും വിനയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയനായ അഭിവന്യ ഡോക്ടർ തിയഡേഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി, നവതിയുടെ നിറവിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട ടി തോമസ് അച്ഛൻ, വെരി റവറൻ കെ എം മാമനച്ചൻ, റവറൻ ഡോക്ടർ കെ വി മാത്യു ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ, ഇടവക വികാരി ബഹുമാനപ്പെട്ട ഉമ്മൻ ഫിലിപ്പച്ചൻ, പ്രിയപ്പെട്ട ടി തോമസ് അച്ഛൻ്റെ കുടുംബാംഗങ്ങൾ, വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ ഇന്ന് ഈ താങ്ക്സ് ഗിവിംഗ് സർവീസിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, ആശംസകൾ നേരുന്നവർ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹ വന്ദനം. ബഹുമാനപ്പെട്ട ടി തോമസ് അച്ഛൻ്റെ നവതി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ഇന്ന് നടത്തുന്ന ഈ സ്തോത്ര ശുശ്രൂഷയിൽ സംബന്ധിപ്പാനിടയായതിൽ സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. മാർത്തോമാ മെത്രാപ്പൊലീത്തയായി അഭിഷേകം ചെയ്യപ്പെട്ടതിന് ശേഷം അഭിവന്യ മെത്രാപ്പൊലീത്ത തിരുമേനി സംബന്ധിക്കുന്ന മീറ്റിംഗിൽ ഒരു വാക്ക് പറയുവാൻ ഇപ്പോൾ അവസരം ലഭിച്ചപ്പോൾ തന്നെ അഭിവന്യ മെത്രാപ്പൊലീത്ത തിരുമേനിക്ക് എല്ലാ ആശംസകളും നേരുന്നു. ദൈവകൃപയുടെ നിറവിൽ പ്രിയപ്പെട്ട തിരുമേനിക്ക് ശുശ്രൂഷകൾ നിറവേറ്റുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഈ മീറ്റിങ്ങിൽ ഒരാശംസയും സന്ദേശവും നൽകുവാൻ ചില ദിവസങ്ങൾക്ക് മുമ്പേ ബഹുമാനപ്പെട്ട ഉമ്മൻ ഫിലിപ്പച്ചൻ എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ടാണ് ഈ ഒരു മീറ്റിങ്ങിൽ ഇപ്രകാരം എനിക്കൊരു അവസരം ലഭിച്ചത്? എന്നാൽ ഇപ്രകാരം ഒരു അവസരം ലഭിച്ചപ്പോൾ അതൊരു നല്ല പദവിയായി ഞാൻ കരുതുന്നു. പ്രിയപ്പെട്ട ടി തോമസ് അച്ഛനോടുള്ള സ്നേഹ ബഹുമാന ആദരവുകൾ ഒന്നുകൂടെ അർപ്പിക്കുവാനും അച്ഛൻ്റെ ശുശ്രൂഷകളുള്ള നല്ല മാതൃകളൊക്കെ ഒന്നുകൂടെ വരച്ചു കാട്ടുവാനും ഈ മീറ്റിങ്ങിൽ ഒരു സന്ദേശം നൽകുവാനും ഒക്കെ ഒരു അവസരം ലഭിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ അവസരം ഒരുക്കിയ ഉമ്മൻ ഫിലിപ്പച്ചനോടുള്ള സന്തോഷം അറിയിക്കുന്നു. വളരെ സംതൃപ്തമായ ഇടയ ശുശ്രൂഷയുടെ ഉടമയായ ബഹുമാനപ്പെട്ട ടി തോമസ് അച്ഛന് ജന്മദിനാശംസകൾ നേരുന്നു. 25-ാം വയസ്സിൽ മാർത്തോമാ സഭയിലെ ഒരു പട്ടക്കാരനായി കഴിഞ്ഞ ഏതാണ്ട് 65 വർഷങ്ങളായി ഒരു പട്ടക്കാരനായി ജീവിപ്പാനും ശുശ്രൂഷ ചെയ്യുവാനും ദൈവം പ്രിയപ്പെട്ട അച്ഛനെ അവസരം നൽകുന്നുവല്ലോ. 40 വർഷം സജീവ സേവനത്തിൽ പ്രവർത്തിക്കുവാൻ ദൈവം കൃപ ചെയ്തു. കഴിഞ്ഞ 25 വർഷങ്ങളായി സജീവ സേവനത്തിൽ നിന്ന് വിരമിച്ച് ഭവനത്തിൽ മക്കളോടൊത്ത് സമയം ചെലവഴിക്കുകയാണല്ലോ. ഭാഗ്യസ്മരണീയനായ അഭിവന്യ ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ സമകാലികരിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട ടി തോമസ് അച്ഛൻ എന്ന് പറയുന്നു എന്നുള്ളൊരു സന്തോഷമുണ്ട്.
നമ്മുടെ സഭയിലെ തന്നെ ബഹുമാനപ്പെട്ട നേനാനും മനുഷ്യൻ, ബഹുമാനപ്പെട്ട കെ വി മാത്യു അച്ഛൻ, ബഹുമാനപ്പെട്ട കെ എ ജോഷാച്ചൻ മുതലായ ചുരുക്കം ചില പട്ടക്കാർ ഇപ്പോഴും ഈ 90ന്റെ നിറവിൽ പ്രിയപ്പെട്ട അച്ഛൻ്റെ സമകാലികരായി നമ്മോടൊപ്പം ഉണ്ട് എന്ന് പറയുന്നത് വളരെയധികം നമുക്ക് സന്തോഷം നൽകുന്ന ഒരു വസ്തുത. പ്രിയപ്പെട്ട അച്ഛൻ്റെ ദൈവം നൽകുന്നതായിട്ടുള്ള ആയുസ്സിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. 65 വർഷങ്ങൾക്ക് മുൻപ് അഭിയന്യ മിത്രാപുരത്ത തിരുമേനി സൂചിപ്പിച്ചതുപോലെ അധികം പേരാരും തന്നെ വൈദിക വൃത്തിയിലേക്ക് വരുവാൻ താല്പര്യം കാണിക്കാതിരിക്കുന്ന ഒരു കാലം, വളരെയധികം വെല്ലുവിളികൾ ഉള്ള ഒരു കാലം, ദുർഘടമായ ജീവിത സാഹചര്യങ്ങൾ ഉള്ളൊരു കാലം, ഇല്ലായ്മയുടെയും ദാരിദ്ര്യത്തിൻ്റെയും ഒരു കാലം. ഉന്നത വിദ്യാഭ്യാസം അക്കാലത്ത് നേടിയിരുന്ന ബഹുമാനപ്പെട്ട ടി തോമസ് അച്ഛൻ സഭാ ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെടുകയും ആ വിളിയോട് ഉവ്വ് എന്ന് പറഞ്ഞ് പ്രതികരിക്കുകയും ചെയ്തു എന്നുള്ളതിൽ നാം എല്ലാവരും ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട അച്ഛനെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും കൈപിടിച്ച് നടത്തുകയും ചെയ്ത പ്രിയപ്പെട്ട അച്ഛൻ്റെ മാതാപിതാക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഏതൊരാളിൻ്റെയും വളർച്ചയിൽ കുടുംബം വലിയ സ്വാധീനം ചെലുത്തുന്നുവല്ലോ. പ്രിയപ്പെട്ട അച്ഛനെ സംബന്ധിച്ചിടത്തോളം ആ വിധത്തിൽ വളരെ വെല്ലുവിളികൾ ഉണ്ടായിരുന്ന ഒരു ജീവിത സാഹചര്യങ്ങളുടെ മധ്യത്തിൽ തൻ്റെ മകനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കാൻ മാതാപിതാക്കളോട് ദൈവം കൃപ ചെയ്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയപ്പെട്ട അച്ഛൻ എന്നും ഒരു മാതൃകാ പട്ടക്കാരനായി തന്നെ വിളങ്ങിയിരുന്നു, ശോഭിച്ചിരുന്നു. ഏതാണ്ട് 22 ഇടവകളിൽ ബഹുമാനപ്പെട്ട അച്ഛൻ ശുശ്രൂഷ ചെയ്തതായിട്ട് മനസ്സിലാക്കുന്നു. കൊമ്പാടി EJ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രിൻസിപ്പളായിട്ടും ധർമ്മഗിരി മന്ദിരത്തിന്റെ സൂപ്രണ്ടായിട്ടുമൊക്കെ അച്ഛൻ പ്രവർത്തിച്ചത് ഞാൻ ഓർക്കുന്നു. ഇടവ ശുശ്രൂഷയിൽ തന്നെ വളരെ വലിയ ഇടവകളിൽ, സാന്റാക്രൂസ് പോലെയുള്ള, മാരാവൺ പോലെയുള്ള വലിയ ഇടവകളിൽ ശുശ്രൂഷ ചെയ്യുവാനുള്ള അവസരവും ബഹുമാനപ്പെട്ട അച്ഛന് ലഭിച്ചു. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ഭരണ നൈപുണ്യം അക്കാലത്ത് തന്നെ സഭ നന്നായി മനസ്സിലാക്കിയിരുന്നു എന്ന് എന്നത് വളരെ ശ്രദ്ധേയമാണ്. പ്രിയപ്പെട്ട അച്ഛനൊരു അധ്യാപകനായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. വേദശാസ്ത്ര അധ്യാപകൻ, ഒരു നല്ല ഗുരു, ഒരു നല്ല രചയിതാവ്, നല്ല പ്രഭാഷകൻ. പ്രിയപ്പെട്ട അച്ഛൻ എനിക്ക് നേരിട്ടറിയാൻ കഴിയുന്നത് 1983 സഭയുടെ ഒരു വൈദികനായതിനു ശേഷമാണ്. പല അവസരങ്ങളിൽ അച്ഛനെ കാണുവാനും അച്ഛനുമായിട്ട് ഇടപെടുവാനും അച്ഛനുമായിട്ട് സമയം ചെലവഴിക്കാനും ഒക്കെ അവസരം ലഭിച്ചത് ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്നു. എല്ലാ കാര്യങ്ങളിലും മിതത്വം പാലിച്ചിരുന്ന ഒരു പട്ടക്കാരനായിരുന്നു ബഹുമാനപ്പെട്ട ടി തോമസ് അച്ഛൻ എന്നത് ശ്രദ്ധേയമാണ്. വാക്കിൽ വളരെ മിതത്വം, ചെലവടിയിൽ വളരെ മിതത്വം. പ്രിയപ്പെട്ട അച്ഛനെ കുറിച്ച് പറയുമ്പോൾ റിയൽ പേഴ്സൺ, എ ജെനുവിൻ പേഴ്സൺ എന്ന് വേണമെങ്കിൽ പറയാം. വലിയ പ്രകടനം ഒന്നുമില്ല. റിട്ടയർ ചെയ്തിട്ട് 25 വർഷമായല്ലോ. അച്ഛൻ്റെ ശുശ്രൂഷ രംഗങ്ങളിലൊക്കെ തന്നെ ദൈവം ഏൽപ്പിച്ച ചുമതലയോട് വളരെ വിശ്വസ്തയോടും മാതൃകാപരമായി നിർവഹിപ്പാൻ പ്രിയപ്പെട്ട അച്ഛൻ ദൈവം കൃപ ചെയ്ത് സന്തോഷത്തോടെ ഓർക്കുന്നു. ഒരു മാതൃകാ കുടുംബം അഭിയന്യ മിത്രാപുരത്ത തിരുമേനിയുടെ പരാമർശിക്കുകയുണ്ടായി. മാതൃത്വത്തിന്റെയും പിതൃത്വത്തിന്റെയും ഒക്കെ ധന്യത അളക്കപ്പെടുന്ന അളവുകോൽ എന്ന് പറയുന്നത് തലമുറ എന്നതിനെ ആശ്രയിച്ചാണ്. പ്രിയപ്പെട്ട അച്ഛന് കൊച്ചമ്മയെ ഒരുമിച്ച് പാർത്ത കുടുംബ ജീവിതത്തിൽ ദൈവം ദാനമായി നൽകിയ മക്കളെ രണ്ടുപേരെയും ദൈവത്തോടുള്ള ബന്ധത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ, സമൂഹത്തോടുള്ള ബന്ധത്തിൽ പരിപോഷിപ്പിക്കാൻ പ്രിയപ്പെട്ട അച്ഛനും കൊച്ചമ്മയ്ക്കും കഴിഞ്ഞു എന്നത് വളരെ സന്തോഷത്തോടെ നാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു മകൻ ഡോക്ടർ തോമസ് ടി തോമസ്, മറ്റേ അഡ്വക്കേറ്റ് മാത്യു ടി തോമസ്, ഇവർ രണ്ടുപേരും ഒരുപോലെ അനുഗ്രഹീതമായ സാക്ഷ്യം നിറവേറ്റുവാൻ ദൈവം കൃപ ചെയ്യുന്നു. പൊതുപ്രവർത്തന രംഗത്ത് അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് ആയിരിക്കുമ്പോൾ തന്നെ, മന്ത്രിയാകുമ്പോഴും MLA ആകുമ്പോഴും ഒക്കെ തന്നെ തൻ്റെ വളരെ തിരക്കുള്ള കർത്തവ്യ നിർവഹണത്തിനിടയിൽ കർത്താവിനോടുള്ള തൻ്റെ പ്രതിബദ്ധത, സഭയോടുള്ള തൻ്റെ പ്രതിബദ്ധത എവിടെയെല്ലാം നിറവേറ്റാൻ അവസരം ലഭിക്കുന്നോ, പ്രകടമാക്കാൻ അവസരം ലഭിക്കുന്നോ അതൊക്കെ നന്നായി ഉപയോഗിച്ചിരുന്നതായി നമുക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് ആ വിധത്തിലൊക്കെ പ്രിയപ്പെട്ട അച്ഛനിലൂടെ, മാതാപിതാക്കളിലൂടെ മക്കളിലേക്ക് പകരപ്പെട്ടതായിട്ടുള്ള ആഴമായിട്ട് ദൈവവിശ്വാസവും
സഭാസ്നേഹവും നല്ല മൂല്യവും ഒക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് നല്ല ഒരു മാതൃകാ കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ. അനുകരണീയമായ ധാരാളം നല്ല മാതൃകകൾ പ്രിയപ്പെട്ട അച്ഛന് നമുക്ക് പ്രകടമാണ്. ഒരു പട്ടക്കാരനായും ഒരു പിതാവായും ഒക്കെയുള്ള നല്ല മാതൃകകൾ ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ പ്രകടമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ല മാതൃകകളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും സൃഷ്ടായുസ്സ് ഏറ്റവും അനുഗ്രഹകരമായി സംതൃപ്തമായി ജീവിപ്പാൻ ദൈവം കൃപ ചെയ്യുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദീർഘായുസ്സ് ദൈവത്തിന്റെ ദാനമാണല്ലോ. മക്കളുടെ നല്ല കെയർ ആൻഡ് ലവ്, നല്ല സ്നേഹവും കരുതലും നല്ല പരിപോഷണവും ഒക്കെ പ്രിയപ്പെട്ട അച്ഛന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അത് തന്നെ ദീർഘായുസിന്റെ ഒരു രഹസ്യമാണ് എന്നുള്ള യാതൊരു സംശയമില്ല. ആ വിധത്തിൽ വളരെ അനുഗ്രഹീതനായ ധന്യനായ ഒരു പട്ടക്കാരൻ തുറന്നുള്ള നാളുകളൊക്കെ ഏറ്റവും അനുഗ്രഹകരമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഒരിക്കൽ കൂടി എല്ലാ ആശംസകൾ നേരുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ തിരുവചനത്തിൽ നിന്ന് ഒരു സന്ദേശം നൽകണമെന്നുകൂടെ പ്രിയപ്പെട്ട ഉമ്മൻഫിൽ പച്ചൻ പറഞ്ഞത് ഓർക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ ഇവിടെ വായിക്കുകയാണ്. 6-ാമത്തെ വാക്യം, അവർ ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു. 10-ാമത്തെ വാക്യം, സെഖര്യാവ് അവനെ കണ്ട് ഭ്രമിച്ച് ഭയപരവശനായി. ദൂതൻ അവരോട് പറഞ്ഞത്, സെഖര്യാവെ, 10-ാമത്തെ വാക്യം, ധൂപം കാട്ടുന്ന നാഴികയിൽ ജന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 13-ാമത്തെ വാക്യം, സെഖര്യാവെ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവൻ യോഹന്നാൻ എന്ന് പേരിടണം. ഈ നാളുകളിൽ നമ്മുടെ സഭയുടെ ലക്ഷറി അനുസരിച്ച് ആഗമനകാലത്തിന് മുമ്പുള്ള അറിയിപ്പിന്റെ നാളുകളാണല്ലോ. യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെ കുറിച്ച് സെഖര്യാവ് എലിസബത്ത് ദമ്പതികൾക്ക് ലഭിച്ചതായിട്ട് അറിയിപ്പ്, യേശു കർത്താവിന്റെ ജനനത്തെ കുറിച്ച് ജോസഫ് മറിയ ദമ്പതികൾക്ക് ലഭിച്ചതായിട്ടുള്ള അറിയിപ്പ്, ഇവയിൽ സെഖര്യാവിനും എലിസബത്തിനും ലഭിച്ചതായിട്ടുള്ള അറിയിപ്പിന്റെ ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചില ചിന്തകൾ പങ്കിടാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ട് ദമ്പതികൾ. ഏജിങ് ഈസ് എ റിയാലിറ്റി. ദീർഘായുസ് ഒരു യാഥാർത്ഥ്യമാണെന്ന് നമുക്കറിയാം. നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ 90-നും 100-നും ഇടയ്ക്കുള്ള ധാരാളം ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്. അത് ഇന്നത്തെ ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ദീർഘായുസ് മാത്രമല്ല, ദീർഘായുസ് ജീവിതത്തിന്റെ അനുഗ്രഹം എന്ന് കേവലം പറയുവാൻ കഴിയുകയില്ല. കേവലം ദീർഘായുസ് അല്ല അനുഗ്രഹം, പിന്നെയോ സംതൃപ്തമായ ഫലദായകമായ വാർദ്ധക്യം, അതാണ് അനുഗ്രഹകരം എന്ന് പറയുന്നത്. ഇപ്രകാരം ഈ വാർദ്ധക്യത്തിലുള്ള ദമ്പതികളെ കുറിച്ച് വേദവസ്തുവിൽ പരാമർശിക്കുവാൻ യഹോവയുടെ അരുളപ്പാട്, യഹോവയുടെ അറിയിപ്പുകൾ ഇവർക്ക് ലഭ്യമാകുവാൻ അവരെ യോഗ്യരാക്കിയത് എന്ത് എന്ന് 2-3 ചിന്തകൾ, 3-4 ചിന്തകൾ ചുരുക്കത്തിൽ പറയാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, പദവികളുടെ മധ്യത്തിൽ പരിമിതികൾ ഒരു യാഥാർത്ഥ്യമാണ്. ലിമിറ്റേഷൻസ് എമിഡ്സ്റ്റ് പ്രിവിലേജസ്. ഒരു പട്ടക്കാരനാണ് സെഖര്യാവ്. എലിസബത്ത് ഒരു പട്ടക്കാരന്റെ ഒരു പുരോഹിതന്റെ മകളാണ്. വളരെയധികം മാന്യമായ ഒരു പദവി, സമൂഹത്തിൽ വളരെ മാനിക്കപ്പെടുന്ന ഒരു ശുശ്രൂഷ രംഗം, നല്ല പൈതൃകം, ഇതെല്ലാം ഈ ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കത്തക്കതാണ്. എന്നാൽ പരിമിതികളുടെ ഈ പദവികളുടെ മധ്യത്തിലുള്ള പരിമിതികൾ എന്ന് പറയുന്നത് അവർക്ക് സന്തതി ഇല്ലാഞ്ഞു. അവർ രണ്ടുപേരും വയസ്സ് ചെന്നവരുമായിരുന്നു. അക്കാലത്ത് പൈതങ്ങളില്ലാതിരിക്കുക എന്ന് പറയുന്നത് ഒരു ശാപമാണ്. ശാപമായി കരുതിയിരുന്ന ഒരു സമൂഹം. വാർദ്ധക്യം അതിൽ തന്നെ ഒരു ബലഹീനതയാണ്, നിസ്സഹായ അവസ്ഥയാണ്. എന്നാൽ ഈ പദവികളുടെ മധ്യത്തിൽ തങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരാധീനതയെ വളരെ സംതൃപ്തിയോടെ നേരിട്ട മാതാപിതാക്കളായിട്ടാണ് സെഖര്യാവിനെ എലിസബത്തിനെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. പരിമിതികളെ ഒരു യാഥാർത്ഥ്യമായി അംഗീകരിക്കുവാൻ അവർക്ക് കഴിഞ്ഞു, അതിനെ അതിജീവിപ്പാനായിട്ട് അവർക്ക് കഴിഞ്ഞു. ഇന്ന് പലപ്പോഴും വാർദ്ധക്യം, ആ വാർദ്ധക്യത്തിൽ ഉണ്ടാകുന്നതായ പരിമിതികൾ, ഈ പരിമിതികളുടെ മധ്യത്തിൽ പുറപുറത്തുകൊണ്ട്
ജീവിതത്തിൽ വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം മാതാപിതാക്കളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ അതേസമയം തന്നെ 90-ാം വയസ്സിലും 95-ാം വയസ്സിലും ഉദാഹരണമായി 103-ാം വയസ്സിൽ നമ്മുടെ അഭിനയ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി പോലെയുള്ളവർ വളരെ സംതൃപ്തിയോടെ ജീവിതം ചെലവഴിക്കും. ഈ സഖറിയാവ് എലിസബത്ത് ദമ്പതികൾ ആ വിധത്തിൽ പരിമിതികളുടെ മധ്യത്തിൽ ഞങ്ങളുടെ വാർദ്ധക്യത്തിൽ വളരെ സംതൃപ്തിയോടെ ജീവിച്ചവരാകുന്നു. 2, കുടുംബങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ജീവിത സാക്ഷ്യം ഈ ദമ്പതികളെ കുറിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ കാണാനായിട്ട് കഴിയുന്നു. കുടുംബങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ജീവിത സാക്ഷ്യം. ഇരുവരും നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരുമായിരുന്നു. They were righteous before God and they were blameless before God. The best compliments ever told of a couple എന്ന് വേണമെങ്കിൽ പറയാം. ഇരുവരും ഒരുപോലെ ദൈവസ്ഥാനത്തിൽ നീതിയുള്ളവരായിരുന്നു. ഇവിടെ മാത്യു ടി തോമസിനെ കുറിച്ച് മന്ത്രിയായിരുന്ന കാലത്തെ കുറിച്ച് അഭിനയ മെത്രാപ്പൊലീത്ത തിരുമേനി പരാമർശിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആ വിധത്തിലുള്ള സാക്ഷ്യത്തെ കുറിച്ചൊക്കെ പരാമർശിക്കുകയുണ്ടായി. സഖറിയാവ് എലിസബത്തിനെ കുറിച്ച് പറഞ്ഞത് ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവർ, ദൈവമുൻപാകെ നീതിയുള്ളവർ, റൈച്ചസ് ബിഫോർ ഗോഡ്. ഇന്ന് പക്ഷം ചേരലിന്റെ ഒരു പ്രകൃതമാണ് നമുക്ക് സമൂഹത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. ന്യൂട്രലായി നിൽക്കുക എന്നുള്ളതാണ് പലരുടെയും പ്രമാണം. എന്നാൽ അവിടെ നീതിയുടെ പക്ഷം നിൽക്കുക, ശരിയുടെ പക്ഷം നിൽക്കുക, ഇതാണ് ഈ ദമ്പതികളെ കുറിച്ച് വേദപുസ്തകത്തിൽ എടുത്തു പറയുന്നത്. ഭാഗ്യസ്മരണീയനായ തോമസ് മാർ അത്തനേഷ്യസ് സഫ്രവൽ മെത്രാപ്പൊലീത്ത തിരുമേനി എൻ്റെ പട്ടത്വത്തിന്റെ ആദ്യകാലത്ത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്നോട് പറഞ്ഞത് ഓർക്കുന്നു. ഈ ഇടവയിൽ സംഘർഷം ഉണ്ടെന്നറിയാം, 2 ചേരികളുണ്ടെന്നറിയാം. അച്ഛൻ ഒന്ന് ഓർത്താൽ മതി, യേശുവിന്റെ പക്ഷത്ത് നിൽക്കുക. ഇന്നും എന്നെ പ്രചോദിപ്പിക്കുന്നത് ആ ചിന്തകളാണ്. പ്രിയപ്പെട്ട തോമസ് അച്ഛനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എപ്പോഴും ശരിയുടെ പക്ഷത്തും നേരിന്റെ പക്ഷത്തും നീതിയുടെ പക്ഷത്തും നിന്ന ഒരു പട്ടക്കാരനായിരുന്നു. സഖറിയാവ് എലിസബത്ത് ദമ്പതികളെ കുറിച്ച് പറയുന്നത് അവർ ഇരുവരും ദൈവസന്നിധിയിൽ നീതി ഉള്ളവരായിരുന്നു. വീണ്ടും നാം ആ ഭാഗം വായിച്ച വാക്യവുമായി ബന്ധപ്പെട്ട് പറയുന്നത് മുടക്കം കൂടാത്ത അവരുടെ പ്രാർത്ഥന. ഈ ദമ്പതികൾ എത്രയോ പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം. സഖറിയാ പുരോഹിതൻ തന്നെ ദേവാലയത്തിൽ വെച്ച് എത്രയോ പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് സന്തതികൾ ഉണ്ടായിട്ടുണ്ടാവാം. എന്നാൽ അവരുടെ ജീവിതത്തിൽ സന്തതി ഇല്ലാതിരുന്നൊരു അനുഭവം. എന്നാൽ ദൂതൻ പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നത് ഡിലേ ഈസ് നോട്ട് ഡിനയൽ. ഡിലേ ഈസ് നോട്ട് ഡിനയൽ. അത് പൂർണ്ണമായി വിശ്വസിച്ചിരുന്ന ഒരു ദമ്പതികളാണ് സഖറിയാവ് എലിസബത്ത് ദമ്പതികൾ. പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. നിരന്തരമായ പ്രാർത്ഥന. ഒരു പട്ടക്കാരനെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായ പ്രാർത്ഥനയാണ് പട്ടക്കാരന്റെ ജീവിതത്തിന്റെ വിജയം. അത് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. വീണ്ടും നാം പരിശോധിക്കുമ്പോൾ ഞാൻ പോയിന്റുകൾ മാത്രം പറഞ്ഞ് സമയ ചുരുക്കത്താൽ പോവുകയാണ്. പരിമിതികൾ പരിഹരിക്കുന്ന ദൈവത്തിന്റെ ഇടപെടൽ ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും. ഗോഡ്സ് ഇന്റർവെൻഷൻ amidst our limitations. വളരെ പരിമിതികളുടെ മധ്യത്തിൽ സംതൃപ്തിയോടുകൂടെ ദേവാലയത്തിൽ ധൂപം കാട്ടുവാൻ പോയപ്പോൾ ഇൻ ഗോഡ്സ് ഓൺ ടൈം, ദൈവത്തിന്റെ സമയത്ത് ദൈവം ഇടപെടുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അവിടെ ദൈവത്തിന്റെ ഇടപെടലിലൂടെ അവരുടെ ജീവിതം ധന്യമാക്കി തീർക്കുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ പരിമിതികളൊക്കെ ഉണ്ടാവാം. എന്നാൽ ഈ പരിമിതികളുടെയൊക്കെ മധ്യത്തിൽ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ധൂപം കാട്ടുവാനായി ഊഴം വന്നപ്പോൾ അതിനെ അലസമായി ആ നിയോഗത്തെ ഗൗരവമായി എടുത്തുകൊണ്ട് തന്നെ സംതൃപ്തിയോടെ ശുശ്രൂഷിക്കാൻ മുമ്പോട്ട് വന്നപ്പോൾ അവിടെ ഇടപെട്ട ഒരു ദൈവം. പലപ്പോഴും ചില നിയോഗങ്ങളെ ഒക്കെ പട്ടക്കാരായിരിക്കുന്ന നാം തന്നെ, നമ്മളൊക്കെ തന്നെ അലക്ഷ്യമായി കാണാറുണ്ട്. എന്നാൽ ആ നിയോഗങ്ങളെ ഗൗരവമായി എടുക്കുമ്പോൾ ദൈവത്തിന് ഇടപെടാനുള്ള അവസരമാകുന്നു അത് എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയണം. അവസാനമായി സഖറിയാവിനെ കുറിച്ച് പറയുന്നത് ജനം പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ജനത്തെ ഒരുക്കുന്ന ഒരു പട്ടക്കാരൻ, പ്രാർത്ഥനയ്ക്ക് സന്നദ്ധതയുള്ള ഒരു കൂട്ടം ജനത്തെ ഒരുക്കിയ ഒരു പട്ടക്കാരനായിട്ടാണ് സഖറിയാവിനെ ഇവിടെ കാണുവാൻ കഴിയുന്നത്. How are we preparing our people? നാം ഇന്ന് നമ്മുടെ ജനത്തെ എന്തിനായി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു? നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ജനമാണ് ഏതൊരു ശുശ്രൂഷന്റെയും ജീവിതത്തിന്റെ ബലം. സഖറിയാവ് ദേവാലയത്തിൽ ധൂപം കാട്ടുമ്പോൾ സഖറിയാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ജനം. ഉത്തമമായ പട്ടത്ത ശുശ്രൂഷയുടെ ഉദാത്തമായ മാതൃക, ഒരു പട്ടക്കാരന്റെ കുടുംബത്തിന് ഉദാത്തമായ മാതൃക സഖറിയാവ് എലിസബത്തിൽ നാം
ദർശിക്കുന്നുണ്ട്. ഇന്ന് ബഹുമാനപ്പെട്ട ടി തോമസ് അച്ഛൻ്റെ 90 വർഷത്തിൻ്റെ നവതിയുടെ നിറവിൻ്റെ ആഘോഷത്തിൽ ദൈവത്തിന് നന്ദി കരയേറ്റുമ്പോൾ സെഖര്യാവ് എലിസബത്തിൽ കണ്ടതായിട്ടുള്ള സവിശേഷതകൾ പ്രിയപ്പെട്ട അച്ഛനിലൂടെയൊക്കെ പല അവസരങ്ങളിലായി നമുക്ക് ദർശിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സെഖര്യാവിനെ കുറിച്ചും എലിസബത്തിനെ കുറിച്ചും പറഞ്ഞതുപോലെ ഇരുവരും ദൈവസ്ഥാനത്തിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരുമായിരിക്കുന്നു എന്ന് പറയുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നിരണം മാരാമൺ ഭദ്രാസന സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട റവറൻ ജോർജൻ മാത്യൂസ് ജോൺ അച്ഛനെ സ്വാഗതം ചെയ്തുകൊള്ളും. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനി, ആദരണീയനായ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ തിരുമേനി, വികാരി അച്ഛൻ, ഇന്ന് 90 വയസ്സ് പൂർത്തീകരിച്ച് 91ലേക്ക് നടന്നെടുക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ആദരവും സ്നേഹവും ആയിരിക്കുന്ന വന്യനായ ടി തോമസ് അച്ഛൻ, വന്യ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട അച്ഛൻ്റെ കുടുംബാംഗങ്ങളെ, ഇടവക ചുമതലക്കാരെ, പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. 1930 നവംബർ മാസം 18-ാം തീയതി ഈ ലോകത്തിൽ ജനിച്ച് ഈ 2020 നവംബർ മാസം 18-ാം തീയതി വരെ വളരെ അനുഗ്രഹീതമായ ജീവിതം നയിച്ച പ്രിയപ്പെട്ട ടി തോമസ് അച്ഛനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഒരു സുദിനം കൂടിയാണല്ലോ ഇന്ന്. ഭദ്രാസന സെക്രട്ടറി എന്നുള്ള നിലയേക്കാൾ ഉപരി ബഹുമാനപ്പെട്ട ടി തോമസ് അച്ഛൻ ശുശ്രൂഷ ചെയ്ത തിരുവല്ല സെന്റ് തോമസ് മാർത്തോമ ഇടവകയുടെ വികാരി എന്നതിനേക്കാൾ ഉപരി 2016 നിത്യതയിലേക്ക് ചേർക്കപ്പെട്ട പ്രിയപ്പെട്ട ടി തോമസ് അച്ഛൻ്റെ സഹധർമ്മി, പ്രിയപ്പെട്ട കൊച്ചമ്മയുടെ മാതൃ ഇടവക വികാരി എന്നുള്ളതിനേക്കാൾ ഉപരി 1955 ജൂലൈ മാസം 25-ാം തീയതി എൻ്റെ പിതാവ് ദിവംഗതനായ VK ജോൺ അച്ഛനും പ്രിയപ്പെട്ട ടി തോമസ് അച്ഛനും കോഴഞ്ചേരി സെന്റ് തോമസ് മാർത്തോമ ഇടവകയിൽ ഒന്നിച്ച് മുട്ടുമുടക്കി ഈ സഭയുടെ ശുശ്രൂഷ സ്ഥാനത്തേക്ക് പ്രവേശിച്ച ആ ഒരു വലിയ ഓർമ്മകളും ആ ഒരു വലിയ സന്തോഷവും ഈ കൂടിവരവിൽ പങ്കെടുക്കുന്നതിന് എന്നെ നിയോഗിതനാക്കി എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുക. ആ വിധത്തിലുള്ള ഒരു ബന്ധവും ആ വിധത്തിലുള്ള സ്നേഹവും ആ വിധത്തിലുള്ള പരിചരണവും കരുതലുമൊക്കെ അച്ഛൻ്റെ മകൻ മാത്യു ടി തോമസിന്റെ സമകാലീനൻ എന്നുള്ള നിലയ്ക്ക് പ്രിയപ്പെട്ട അച്ഛൻ എന്നോട് കാണിച്ചിട്ടുണ്ട്, ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് വളരെയധികം നന്ദിയുണ്ട്, സ്നേഹമുണ്ട്, കടപ്പാടുണ്ട്. ഈ 91ാമത് ജന്മദിനമായി കൊണ്ടാടുന്നതായ ഈ സുദിനത്തിൽ പ്രിയപ്പെട്ട അച്ഛനെ ഈ വന്യമായ ധന്യമായ അനുഗ്രഹീതമായ ശുശ്രൂഷയ്ക്ക് വേർതിരിച്ചത് ഇന്നും ആ ശുശ്രൂഷയിൽ ആരോഗ്യത്തോടുകൂടെ നിലനിൽക്കുവാൻ ഇടയാക്കുന്നത് ദൈവത്തിൻ്റെ അപരിമേയമായ കൃപയാണ് എന്ന് ഞാൻ ഓർക്കുകയാണ്. എൻ്റെ പിതാവ് ജീവനോടിരുന്നപ്പോൾ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലെ ഒരു വാക്കുണ്ട്: കർത്താവേ, നീ ഞങ്ങൾക്ക് ആയുസ് നൽകി തരികയാണെങ്കിൽ ആരോഗ്യം കൂടെ നൽകി തരണം. ആരോഗ്യമില്ലാത്ത ആയുസ് കൊണ്ട് പ്രയോജനമില്ലല്ലോ. പ്രിയപ്പെട്ട ടി തോമസ് അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ ആ പ്രാർത്ഥനാ വാക്കുകൾ അന്വർത്ഥമാണ്.
ആരോഗ്യത്തോടുകൂടെ ആയുസ് ദൈവം അദ്ദേഹത്തിന്, പ്രിയപ്പെട്ട അച്ഛന് നൽകി കൊടുത്തിരിക്കുകയാണ്. ആ വലിയ കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. സങ്കീർത്തനത്തിൽ 71 സങ്കീർത്തനം 19 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്: ദൈവമേ, നിന്റെ വീര്യപ്രവൃത്തികളെ കുറിച്ച്, നിന്റെ ഭുജബലത്തെക്കുറിച്ച് അടുത്ത തലമുറയോട്, 18 വാക്യത്തിൽ അടുത്ത തലമുറയോട് പറയുവാൻ നീ എനിക്ക് ദീർഘായുസ് നൽകി തരണം. വാർദ്ധക്യവും നരയുമുള്ള കാലത്ത് നീ എന്നെ ഉപേക്ഷിക്കരുത്. ഇപ്പോഴും പ്രിയപ്പെട്ട അച്ഛനെ ദൈവം ആ ഒരു വലിയ അനുഭവത്തിൽ നിലനിർത്തിയിരിക്കുന്നു എന്നോർക്കുമ്പോൾ ദൈവസന്നിധിയിൽ നന്ദിയല്ലാതെ, കൃതജ്ഞതയല്ലാതെ മറ്റൊന്നും അർപ്പിക്കാനായിട്ട് കഴിയുകയില്ല. സഭ ലോകത്തിലാണെന്നും ലോകത്തെ ദൈവരാജ്യ മൂല്യങ്ങൾക്ക് അനുസൃതമായി രൂപാന്തരപ്പെടുത്തുവാനുള്ള വലിയ ഉത്തരവാദിത്വം സഭയ്ക്കുണ്ട് എന്ന് എല്ലായ്പ്പോഴും വിശ്വസിക്കുകയും ആ വിശ്വാസ പ്രമാണം പ്രയോഗത്തിലെത്തിക്കുകയും ചെയ്ത ഒരു വന്യ ശ്രേഷ്ഠ വൈദികനാണ് പ്രിയപ്പെട്ട ടി തോമസ്. ഇന്ന് സ്വാർത്ഥത ഏറ്റവും അധികം വർദ്ധിച്ചു വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ വൈദിക ശുശ്രൂഷ നമ്മളൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കവി ഇപ്രകാരം ചോദിക്കുന്നുണ്ട്: ആരോടാണ് ഏറെ ഇഷ്ടം? അതിനുത്തരം പറയുന്നു: എന്നോട് തന്നെ. അത് കഴിഞ്ഞിട്ടോ? അത് കഴിയുന്നില്ലല്ലോ. അപ്പോൾ നമ്മെ തന്നെ ഇഷ്ടപ്പെട്ട്, നമ്മെ തന്നെ സ്നേഹിച്ച്, നമുക്ക് വേണ്ടി ആർജിച്ച് ആ വിധത്തിൽ ജീവിച്ച ആ ജീവിതം കഴിയുന്നില്ല. പിന്നെയല്ലേ എനിക്ക് മറ്റുള്ളവനെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവന്റെ കരച്ചിൽ കേൾക്കുവാൻ, കണ്ണുനീർ കാണുവാനൊക്കെ ഇടയാവും. ഭാഗ്യസ്മരണീയനായ യൂഹാനോൻ മാർത്തോമ മെത്രാപ്പൊലീത്തായുടെ ഭൂദാന പ്രസ്ഥാനത്തിന്റെ വലിയ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആ കാലത്ത് തന്റെ സ്വത്തുക്കൾ പോലും ഭൂമിയില്ലാത്ത ആളുകൾക്ക് നൽകിക്കൊടുക്കുവാൻ തക്കവണ്ണമുള്ള മാതൃകാപരമായ സവിശേഷമായ ശുശ്രൂഷ സരണി തലമുറകൾക്ക് കാണിച്ചു കൊടുത്തതായ വന്യ വൈദികനാണ് പ്രിയപ്പെട്ട ടി തോമസ് അച്ഛൻ. അച്ഛന്റെ ലാളിത്യം, അച്ഛന്റെ സൗമ്യത, വിനയം ഇന്ന് ശുശ്രൂഷ ചെയ്യുന്ന എന്നെ പോലെയുള്ള പട്ടക്കാരെ വെല്ലുവിളിക്കുന്നതാണ്. ഒരു പട്ടക്കാരൻ എങ്ങനെയായിരിക്കണം? ഒരു പട്ടക്കാരൻ ആരായിരിക്കണം? പട്ടക്കാരെ കുറിച്ച് ജനം എന്താണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പ്രിയപ്പെട്ട അച്ഛനിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. റിയൽ ആൻഡ് ജെനുവിൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് അൺറിയൽ ആയിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളൊക്കെ നമ്മൾ അല്ലാതാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതാനുഭവങ്ങളിൽ, എന്നാൽ റിയലായി, ജെനുവിനായി എങ്ങനെയാണ് ഈ ശുശ്രൂഷ നിർവഹിക്കേണ്ടത് എന്ന് തൻ്റെ ജീവിതത്തിലൂടെ നമ്മെ കാണിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട അച്ഛനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. വളരെ സംതൃപ്തിയോടുകൂടെയുള്ള ജീവിതം. എൻ്റെ പിതാവിൻ്റെയൊക്കെ ആ തലമുറ സഭയിലെ പട്ടത്ത് ശുശ്രൂഷയിൽ സംതൃപ്തരായി. അച്ഛനൊക്കെ പട്ടത്ത് ശുശ്രൂഷ ആരംഭിച്ചത് അങ്ങ് ഈ ചിറ്റാർ, സീതത്തോട്, കൊച്ചുകോയിക്കൽ, ആങ്ങാമൂഴി, വയ്യാറ്റുപുഴ തുടങ്ങിയ സ്ഥലങ്ങളില്ല. സൈക്കിള് പോലും ചെന്നെത്തുകയില്ല, ഒരു വാഹനവുമില്ല. എൻ്റെ പിതാവുമൊക്കെ ആ സ്ഥലങ്ങളിലാണ് ആരംഭിച്ചത്. ദീർഘമൈലുകൾ, ദീർഘദൂരം നടന്നു വേണം ഈ ശുശ്രൂഷകളൊക്കെ നിർവഹിക്കുവാൻ. ഇവർ ആ ശുശ്രൂഷകളൊക്കെ നിർവഹിച്ചതിൻ്റെ ഒരു നന്മയാണ് ഞാനും മാത്യുജിയും സഹോദരങ്ങളും ഒക്കെ അനുഭവിക്കുന്നത് എന്ന് പറയാതിരിക്കാനായിട്ട് കഴിയും. അത്തരത്തില് നമുക്ക് നല്ല മാതൃകകൾ കാണിച്ചു തന്ന, നല്ല മാതൃകകൾ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ സന്ദർഭത്തിൽ ഈ ജന്മദിന സ്തോത്ര ശുശ്രൂഷയിൽ എന്നെ കൂടെ ഭാഗഭാക്കാക്കിയതിന് ഒന്നിനായ വികാരി അച്ഛനോടും പ്രിയപ്പെട്ട മാത്യുജിയോടും സഹോദരങ്ങളോടും കുടുംബാംഗങ്ങളോടുമുള്ള വലിയ സന്തോഷം അറിയിക്കുന്നു. ആരോഗ്യത്തോടുകൂടിയുള്ള ആയുസ് പ്രിയപ്പെട്ട അച്ഛന് തുടർന്നും ദൈവം നൽകിക്കൊടുത്ത്
അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അച്ഛൻ ശുശ്രൂഷ ചെയ്യുക 72-73 കാലഘട്ടങ്ങളിലാണെന്ന് തോന്നുന്നു അച്ഛൻ തിരുവല്ല സെന്റ് തോമസ് മാർത്തോമ ഇടവകയുടെ വികാരിയായിരുന്നു. അച്ഛന്റെ വൈഫ് പ്രിയപ്പെട്ട കൊച്ചമ്മ തിരുവല്ല സെന്റ് തോമസ് മാർത്തോമ ഇടവകയുടെ അംഗമായിരുന്നു. അച്ഛൻ കുടുംബമായി ആ ഇടവകാതിർത്തിയിലാണ് ദീർഘവർഷങ്ങൾ പാർത്തത്. പ്രിയപ്പെട്ട മാത്യുജിയും സഹോദരങ്ങളുമൊക്കെ ആ ഇടവകയിലെ സജീവ അംഗങ്ങളായിരുന്നു. പോഷക സംഘടനകളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായ നേതൃത്വവും പങ്കാളിത്തവും നൽകിയ ആളുകളാണ്. ആ വിധത്തിൽ ഇടവകയുടെ പേരിൽ, എൻ്റെ കുടുംബത്തിന്റെ പേരിൽ, നിരണം മാരാമൺ ഭദ്രാസനത്തിന്റെ പേരിലുള്ള അനുമോദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാ ആശംസകളും ഒരിക്കൽ കൂടെ അച്ഛൻ നേരിട്ടു. താങ്ക് യു അച്ഛൻ. അടുത്തതായി ആശംസാ പ്രസംഗത്തിനായി പ്രൊഫസർ AVET സാറിനെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവനാമം മഹത്വീകരിക്കപ്പെടുമാറാകട്ടെ. പ്രിയ ടി തോമസ് അച്ഛൻ്റെ നവതി ആഘോഷിക്കുന്ന ഈ വേളയിൽ അതോട് ബന്ധപ്പെട്ട് നടക്കുന്നതായ സ്തോത്ര പ്രാർത്ഥനയിലും അനുമോദന സമ്മേളനത്തിലും ഒരു പങ്കാളിയായി തീരുവാൻ എളിയവനായ എനിക്കും ഇടയായി എന്നുള്ളതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയുള്ള ഒരു പങ്കാളിത്തം നൽകിയതായ എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ളതായ നന്ദി അറിയിക്കുന്നു. വിശിഷ്യ ഏറെ ആദരണീയനായ നമ്മുടെ അഭിനവ മെത്രാപ്പോലീത്ത സംബന്ധിക്കുന്ന ഒരു സമ്മേളനം ഈ എളിയവൻ ഉൾപ്പെടുന്നതായുള്ള ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസന അധ്യക്ഷൻ പ്രിയപ്പെട്ട തിമോത്തിയോസ് നടരാജൻ സംബന്ധിക്കുന്നതായിട്ടുള്ള ഒരു കൂടിവരവ് ഏറെ ചാരിതാർത്ഥ്യം നൽകുന്നതായ അനുഭവമാണ്. രണ്ട് നിലകളിലാണ് എനിക്ക് പ്രിയപ്പെട്ട ടി തോമസ് അച്ഛനുമായുള്ള ബന്ധം. അച്ഛന് അതോടെ പറഞ്ഞിട്ട് ഞാൻ ആശംസ അർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. 1985-88 കാലഘട്ടത്തിൽ ഈ എളിയവൻ കൂടി അംഗമായിരിക്കുന്ന മാവേലിക്കര മാർത്തോമ ഇടവകയുടെ വികാരിയായി പ്രവർത്തിച്ചിരുന്നു. എന്നാൽ അതിന് ഏറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അച്ഛനുമായുള്ള ഒരു വ്യക്തിബന്ധത്തിലേക്ക് വരുവാനായിട്ട് ഈ എളിയവന് ഇടയായി തീർന്നു. ഏറെ ആദരണീയനായ അഡ്വക്കേറ്റ് PA സൈറസ് സാർ, SK എബ്രഹാം, അവർ രണ്ടുപേരും ജോലി വിട്ടിട്ട് പൂർണ്ണസമയ സുവിശേഷ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങുന്ന കാലഘട്ടം. സഭയിലെ ആകമാനം ഉണ്ടാകേണ്ട ഒരു ആത്മീയ ഉണർവിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഒന്നിച്ചു വരികയും പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ചെറിയ സമൂഹം. വന്നിരായ റവറൻ PJ തോമസ് അച്ഛൻ, റവറൻ KP ഫിലിപ്പ് അച്ഛൻ, റവറൻ KB ശമുവേൽ അച്ഛൻ, റവറൻ KS വർഗീസ് അച്ഛൻ, റവറൻ PK കോശി അച്ഛൻ, റവറൻ PV ജോർജ് അച്ഛൻ, റവറൻ TP കോശി അച്ഛൻ, റവറൻ T തോമസ് അച്ഛൻ, ഈ 8 വന്നിരായ പട്ടക്കാരും ഏറെ ആദരണീയനായ പ്രിയപ്പെട്ട സൈറസ് സാറും ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത
SK എബ്രഹാമും ഈ എളിയവനും ചേർന്നുള്ളതായ ഒരു കൂട്ടായ്മ, ഡീപ്പർ ലൈഫ് ഫെലോഷിപ്പ് DLF എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുമായി. അതിലൂടെയാണ് അച്ഛനുമായി ഏറെ അടുത്ത് പരിചയപ്പെടുവാനായിട്ടിടയായി തീർന്നത്. ഇന്ന് നാം പറയുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. അത് സഭയിലും സമൂഹത്തിലും എല്ലാം ഏറെ അനുഭവവേദ്യമാകുന്ന ഒരു പ്രശ്നമാണ്. വാക്കും പ്രവൃത്തിയും സമന്വയിപ്പിച്ചുകൊണ്ട് പോകുവാൻ കഴിവില്ലാതിരിക്കുന്ന അവസ്ഥ. സാറിന് പറയാറുണ്ട്, പ്രസംഗം ഏറെ മെച്ചമാണ്, പക്ഷെങ്കിൽ പ്രയോഗം വളരെ തുച്ഛമാണ്. എന്നാൽ പ്രിയപ്പെട്ട ടി തോമസ് അച്ഛനെ ഓർക്കുമ്പോൾ ഈ എളിയവന്റെ മനസ്സിൽ ഓടി വരുന്നത്, അച്ഛൻ ആവോളം വാക്കും പ്രവൃത്തിയും തമ്മിൽ സമന്വയിപ്പിക്കുവാനായി, വാക്കിനെ പ്രവൃത്തി കൊണ്ട് സാധൂകരിക്കാനും പ്രവൃത്തി വാക്കുകളുടെ വെളിപ്പെടുത്തലായി പ്രയോഗത്തിൽ കാണിക്കുവാനും അച്ഛന് സാധിച്ചിരുന്നു. ഇതിനകം പരാമർശിക്കപ്പെട്ടതുപോലെ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചെങ്കിലും ഒരു സ്വയശൂന്യവൽക്കരണത്തിന്റെ, ഇനിയും ക്രിസ്മസിന്റെ കാലഘട്ടമൊക്കെ ആണല്ലോ, സ്വയശൂന്യവൽക്കരണത്തിന്റെ ഒരു മാതൃക സൃഷ്ടിച്ചുകൊണ്ട് സൈക്കിളിൽ സഞ്ചരിക്കുകയും മാത്രവുമല്ല ആ കാലഘട്ടത്തിൽ തന്നെ ഇടമലയാറിനടുത്ത് താളുംകണ്ടം എന്ന് പറയുന്ന ഒരു ഉൾനാടൻ വനത്തിന്റെ മധ്യത്തിലുള്ളതായ ഒരു, ഇടമലയാറിൽ നിന്ന് 7 കിലോമീറ്റർ നടന്നെങ്കിൽ മാത്രമേ അവിടെ ചെല്ലാനുള്ളൂ. അവിടെ DLFന്റെ ആഭിമുഖ്യത്തിൽ ഒരു സുവിശേഷ പ്രവർത്തനം, സാമൂഹ്യോദ്ധാരണ പ്രവർത്തനം അന്നേ നടന്നിരുന്നു. ഒരു പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ പോയപ്പോൾ അച്ഛനും കൂടി ഞങ്ങളുടെ കൂടെ കൂടി. റവറൻ BJ തോമസ് അച്ഛൻ വന്നില്ല. അച്ഛന് അത്രത്തോളം നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ബാക്കി എല്ലാവരും ഒന്നിച്ച് ഇടമലയാറിൽ ഇറങ്ങിയിട്ട് നടന്നു പോയി. ഒരു രാത്രിയിൽ അവിടെ താമസിച്ചു. തിരികെ അടുത്ത ദിവസം ഞങ്ങൾ ഉച്ച കഴിഞ്ഞപ്പോൾ തിരികെ പോരുന്നു. ഏറെ സന്തോഷത്തോടുകൂടെ അച്ഛൻ അതിൽ പങ്കെടുത്തു. ഈ ഒരു ത്യാഗ സമ്പന്നത. അതുപോലെ ഇടവകയോട് ബന്ധപ്പെട്ട് ഒരു കാര്യം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അച്ഛൻ ഇവിടെ ഇരുന്നതായ സമയത്ത് ഇവിടെ അന്നും ഇന്നുമൊക്കെ ഏറെ സ്വാധീനമുള്ളതായ ഒരു കുടുംബത്തിന്റെ കുടുംബക്കല്ലറയോടുള്ള ബന്ധത്തിൽ അവർക്ക് വേണ്ടി മാറ്റി കൊടുത്തതിൽ കൂടുതൽ സ്ഥലം അവര് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ശ്രമിക്കുന്നു എന്നുള്ളതായ ഒരു പരാതി വരികയും അതച്ഛൻ നിഷ്പക്ഷമായി അന്വേഷിക്കുകയും പരാതി ശരിയാണെന്ന് ബോധ്യപ്പെടുത്തിയപ്പോൾ യാതൊരു ഭവിഷ്യത്തിനെ കുറിച്ചും ചിന്തിക്കാതെ അച്ഛൻ അവരുടെ നടപടിയെ തടയുക മാത്രമല്ല, ഏറെ ചൂടുള്ള ആ ഒരു കാലഘട്ടത്തിൽ അച്ഛൻ കുടയും പിടിച്ച് അവിടെ നിന്ന് ആ അതിരൊക്കെ തിരിച്ച് കെട്ടി മാറ്റാനായിട്ട് നല്ല തൻ്റെ ഇടത്തോടു കൂടി നേതൃത്വം നൽകുകയും ചെയ്ത് ഓർക്കുന്നു. ഇതിനകം പരാമർശിക്കപ്പെട്ടല്ലോ, ദൈവസന്നിധിയിൽ നീതിയുള്ളതായ ഒരു ജീവിതം, ത്യാഗസമ്പന്നമായ ജീവിതം, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലത് എന്ന് ചിന്തിച്ച് മാതൃക കാണിച്ച ഒരു കാര്യം കൂടെ അതിനെക്കുറിച്ച് പറയാം. നമുക്കറിയാമല്ലോ, അന്ന് ഇന്നത്തെ സമ്പന്നതയൊന്നുമില്ലെങ്കിലും ചില ചടങ്ങുകൾക്കെങ്കിലും പട്ടക്കാർക്ക് കഴിവുള്ളവര് എന്തെങ്കിലും പാരിതോഷികം കൊടുക്കുമായിരുന്നു കവറിലിട്ട്. അച്ഛൻ ഒരിക്കൽ പോലും അത് തനിക്കായി സ്വീകരിച്ചിരുന്നില്ല. പകരം അച്ഛൻ എന്ത് ചെയ്തു? അച്ഛൻ്റെ പേരിൽ ഇടവകയിൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുറക്കുകയും ഇങ്ങനെ കിട്ടുന്നതായ പണം അതിൽ നിക്ഷേപിക്കുകയും അതിൽ നിന്ന് നേരിട്ട് ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ളവരായി, എന്നാൽ സാമ്പത്തികമായി ഞെരുങ്ങുന്നതായ അച്ഛന് നേരിട്ടറിയാവുന്ന
ഭവന സന്ദർശനം വളരെ ക്രിയാത്മകമായി നടത്തിയിരുന്നു. അറിയാവുന്ന ആൾക്കാർക്ക് സഹായകമായി അവരുടെ അപേക്ഷയൊന്നും സ്വീകരിക്കാതെ തന്നെ അച്ഛൻ അതിൽ നിന്ന് സാമ്പത്തിക സഹായം നൽകിയിരുന്നു. മറ്റാരും അറിയാതെ തന്നെ. ഞങ്ങൾ തന്നെ ഇതറിയുന്നത് അച്ഛൻ പോകാൻ നേരത്ത് മിച്ചമുണ്ടായിരുന്ന പണം ട്രസ്റ്റിലേക്ക് കൈമാറ്റം ചെയ്തിട്ടാണ് പോയത്. ഞാൻ നീട്ടുന്നില്ല, 3 മിനിറ്റ് എന്ന് ഞാൻ സമ്മതിച്ചതാണ്. ഏറെ ത്യാഗസുരഭിലമായ വിശ്വാസത്തോട് 100% നീതി പുലർത്തിയ, തൻ്റെ ശുശ്രൂഷയോടും ആ ശുശ്രൂഷ വിളിയോടും അങ്ങേയറ്റം സത്യസന്ധത പാലിച്ച നല്ലവനും വിശ്വസ്തനുമായ ഒരു ദാസനായിട്ടാണ് എനിക്ക് പ്രിയപ്പെട്ട ടി തോമസ് അച്ഛനെ മനസ്സിലാക്കിയിട്ടുള്ളത്, അടുത്തു നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. 90 വയസ്സ് ഈ ആയുസ് നീണ്ട കാലഘട്ടത്തിലും അധികം പേർക്ക് കിട്ടുന്നതായ ഒരു നന്മയല്ല. എന്നാൽ ദൈവം അദ്ദേഹത്തിന് അത് നൽകി എന്നുള്ളതിൽ സന്തോഷമുണ്ട്. അച്ഛന് എല്ലാവിധ നന്മകളും അടോറിന്റെ പേരിലും ഈ മുമ്പേ പറഞ്ഞ DLF-ന്റെ തുടർച്ചയിലാണ് അടോർ എന്ന് പറയുന്ന സുവിശേഷ പ്രവർത്തന സംഘടന രൂപീകരിക്കപ്പെട്ടത്. അടോറിന്റെ പേരിലും മാവേലിക്കര മാർത്തോമ്മ ഇടവകയുടെ പേരിലും അച്ഛന് എല്ലാ നന്മകളും ആശംസിക്കുന്നു. ദൈവം നൽകുന്നതായ തുടർന്നുള്ള ആയുസ് ന്യായമായ ആരോഗ്യത്തോടുകൂടെ ക്രിയാത്മകമായി ജീവിച്ച് നല്ല മാതൃകകൾ തുടർന്നും സൃഷ്ടിച്ച് ദൈവത്തെ മഹത്വീകരിപ്പാനും നമുക്കെല്ലാവർക്കും ഒരു പ്രചോദന മുഖാന്തരമായി തീരുവാനും അച്ഛനെ ദൈവം സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രസംഗം അറിയിക്കും. പ്രൊഫസർ എബ്രഹാം മാത്യു സർ ഇപ്പോൾ ആശംസകൾ അറിയിക്കുന്നതാണ്. കേൾക്കാമോ? ഹലോ. അഭിവന്യ തേഡോസ് മാർത്തോമ്മ മെത്രാപ്പൊലീത്ത തിരുമേനി, അഭിവന്യ തോമസ് മാർ തിമോത്തിയോസ് തിരുമേനി, സന്നിഹിതരായിട്ടുള്ള മറ്റു വൈദികരെ, ആദരണീയനായ നവതിയുടെ നിലനിൽക്കുന്ന ബഹുമാനപ്പെട്ട ടി തോമസ് അച്ഛൻ, അച്ഛൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, സന്നിഹിതരായിട്ടുള്ള ഏവരുമേ, ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും വന്ദനം. ബഹുമാനപ്പെട്ട ടി തോമസ് അച്ഛൻ്റെ നവതി ആരംഭിക്കുന്ന ഈ സമയത്ത് ഇപ്രകാരമുള്ള ഒരു ചടങ്ങിൽ സംബന്ധിക്കുന്നതിനും 2 വാക്ക് പറയുന്നതിനും എനിക്കും കൂടി അവസരം തന്നതിന് ഭാരവാഹികളോട് ഞാൻ ആദ്യമേ നന്ദി പറയുന്നു. അതുപോലെ തന്നെ അനുവദിച്ചിട്ടുള്ള 3 മിനിറ്റിനകം തന്നെ ഞാൻ കൺക്ലൂഡ് ശ്രമിക്കുകയും ചെയ്യാം. ബഹുമാനപ്പെട്ട ടി തോമസ് അച്ഛനുമായി എനിക്ക് ഏതാണ്ട് 1/2 നൂറ്റാണ്ട് കാലത്തെ നല്ല പരിചയമുണ്ട്. 50 വർഷത്തിൽ കുറയാതെ ഞങ്ങൾ തമ്മിൽ പരിചയം ആയിട്ട് 1970-72 കാലഘട്ടത്തിൽ കുറ്റപ്പുഴ ജെറുസലേം മാർത്തോമ്മ ഇടവകയുടെ വികാരിയായിരുന്ന സമയത്താണ് അച്ഛനെ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത്. ആ കാലഘട്ടത്ത് യുവജന സഖ്യം അതുപോലെ യങ്സ്റ്റേഴ്സിന്റെ ഒരു കൂട്ടായ്മ കുറ്റപ്പുഴ ജെറുസലേം മാർത്തോമ്മയിൽ ഉണ്ടായിരുന്നു. ഞാനും അതിലെ ഒരു അംഗമായിരുന്നത് കൊണ്ട് അച്ഛൻ വികാരിയായിരുന്ന അച്ഛനോട് കുറച്ചുകൂടെ അടുത്ത് പെരുമാറുന്നതിന് എനിക്ക് അവസരം ലഭിച്ചു. ആ അവസരങ്ങളിൽ അച്ഛനിൽ ഞാൻ ദർശിച്ച 2-3 കാര്യങ്ങൾ ഓരോ വാചകത്തില് പ്രസ്താവിക്കാമാണ് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ശ്രദ്ധയിൽ വന്ന ഒന്നാമത്തെ കാര്യം, ബഹുമാനപ്പെട്ട ടി തോമസ് അച്ഛൻ അച്ഛനുടെയും ആലംബഹീനരുടെയും
ഒരു സംരക്ഷകനും സഹായിയുമായിരുന്നു. എന്നും ഞാൻ പരിചയപ്പെട്ട നാട് മുതൽ അച്ഛൻ ഞാൻ കണ്ട ഒരു പ്രത്യേകതയാണ് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള അശരണരായിട്ടുള്ള ആളുകളെ ആവശ്യ സന്ദർഭങ്ങളിൽ സഹായിക്കുന്ന ഒരു മനസ്ഥിതി അച്ഛനുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിഷ്പക്ഷമായ നിലപാടുകൾ എടുക്കാൻ ധൈര്യം കാണിച്ച ഒരു വന്യ അച്ഛനായിരുന്നു ബഹുമാനപ്പെട്ട ടി തോമസ് അച്ഛൻ. അതിന് വ്യക്തമായ ഉദാഹരണങ്ങൾ പലതും എനിക്കറിയാം, പക്ഷെ ഇവിടെ അത് പ്രസ്താവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സധൈര്യം നിലപാടുകൾ എടുക്കാൻ തൻ്റെ ഇടം കാണിച്ച ഒരു ബഹുമാനപ്പെട്ട വൈദികനായിരുന്നു ബഹുമാനപ്പെട്ട ടി തോമസ് അച്ഛൻ. അതുപോലെ തന്നെ അച്ഛന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു അപൂർവ സംഗതി, പ്രസംഗവും പ്രവൃത്തിയും തമ്മിൽ സമന്വയിക്കുവാൻ അച്ഛന് ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. പലപ്പോഴും നാം കാണുന്നത് പ്രസംഗവും പ്രവൃത്തിയും തമ്മിൽ യാതൊരു അന്തരവും ഇല്ലാത്ത ഒരു പ്രവർത്തന ശൈലിയാണ്. എന്നാൽ ബഹുമാനപ്പെട്ട ടി തോമസത്തിന്റെ ജീവിതത്തില് പ്രസംഗവും പ്രവൃത്തിയും തമ്മിൽ യാതൊരു അന്തരവും ഇല്ലാതെ സമന്വയിപ്പിച്ചു കൊണ്ടുപോകാൻ അച്ഛന് വളരെ നിഷ്പ്രയാസം സാധിച്ചു എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ 3 ഗുണങ്ങളും മറ്റനേകർ കാണാത്തത് കൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഇത് പറഞ്ഞത്. ഇത് ഓൾറെഡി സൂചിപ്പിച്ച പോലെ പാവപ്പെട്ടവര് അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ പലരെയും സഹായിക്കാൻ അച്ഛന് കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രസ്താവിക്കേണ്ട ഒരു കാര്യമാണ്. സ്പഷ്ടമായ തീരുമാനങ്ങളെടുക്കാൻ ധൈര്യം കാണിച്ച ഒരു പട്ടക്കാരനാണ് ബഹുമാനപ്പെട്ട ടി തോമസ് അച്ഛൻ. എന്റെ മകൾ കടന്നു പോകുന്ന ഒരു കാര്യം, അച്ഛൻ്റെ ഒരു സ്കൂൾ മാനേജറായിരുന്നു, മാർത്തോമാ സഭയുടെ ഒരു സ്കൂളിന്റെ മാനേജറായിരുന്നപ്പോൾ അവിടെ ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്ന അപ്പോയിന്റ്മെന്റ്സിന് പണം വാങ്ങിക്കുക എന്നുള്ളത് ധൈര്യമായിട്ട് അച്ഛനത് നിർത്തി എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. അങ്ങനെ ധൈര്യമായ നിലപാടുകൾ എടുക്കാൻ ബഹുമാനപ്പെട്ട ടി തോമസ് അച്ഛന് കഴിഞ്ഞിരുന്നു. പ്രസംഗവും പ്രവൃത്തിയും തമ്മിൽ സമന്വയിക്കാൻ അച്ഛന് കഴിഞ്ഞിരുന്നു. ഇപ്രകാരം സമൂഹത്തില് വളരെ വ്യത്യസ്തമായൊരു ജീവിത ശൈലി കാഴ്ചവെച്ച അച്ഛന് എന്നും ആദരണീയനായ ഒരു വ്യക്തി തന്നെയായിരുന്നു. ഇന്നും അങ്ങനെ തന്നെ. കഴിഞ്ഞ 50 വർഷത്തെ അടുത്ത പരിചയം എനിക്കുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഞാൻ അച്ഛനിൽ അടുത്ത് കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, ആരും പറഞ്ഞു കേട്ടതല്ല. വ്യക്തമായി എനിക്ക് കണ്ട് അറിയാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നവതിയുടെ നിറവിൽ നിൽക്കുന്ന അച്ഛന് എല്ലാ ആശംസകളും നേരാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ആയുസ്സും ആരോഗ്യവും ദൈവം തമ്പുരാന് കനിഞ്ഞു നൽകട്ടെ. ശിഷ്ട ആയുസ് സമൂഹത്തിന്റെ സേവനത്തിനായിട്ട് ഉപയോഗിക്കാൻ അച്ഛന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദീർഘായുസ്സും ആരോഗ്യകരമായ ഒരു ജീവിത ശൈലിയും അച്ഛൻ ദൈവം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. Thank you, sir. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നത് ബഹുമാനപ്പെട്ട ടി തോമസ് അച്ഛന്റെ സഹോദരിയുടെ മകൾ കൂടിയായ ശ്രീമതി കുഞ്ഞന്നാമ്മ എബ്രഹാം ആശംസകൾ അറിയിക്കുന്നു. Marthoma Metropolitan with Grace, Dr. Theodosius Sidney, T. Thomas Hudson. ഈ മീറ്റിംഗിൽ സന്നിഹിതരായിരിക്കുന്നവരിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നമ്മുടെ ഇരുവന്യ മെത്രാപ്പോലിത്തയെ നേരിൽ അഭിസംബോധന ചെയ്യുവാൻ ലഭിച്ച ഈ അസുഖ സന്ദർഭത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തിരുമേനിയുടെ ബുദ്ധിയിൽ ദൈവം തോന്നിച്ചു വരുന്ന നല്ല കാര്യങ്ങളൊക്കെയും പ്രാവർത്തികമാക്കുവാൻ സർവശക്തനായ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഞാൻ മുംബൈയിൽ നിന്നും ടി തോമസ് അച്ഛന്റെ അനന്തരവൾ
മിസസ് അന്നമ്മ ഏബ്രഹാം സാന്റക്രൂസ് മാർത്തോമ ചർച്ചിലെ മെമ്പറാണ്. ടി തോമസ് അച്ഛനായ എൻ്റെ ദേശായനച്ഛൻ എൻ്റെ പ്രിയപ്പെട്ട 5 അമ്മാച്ചന്മാരിൽ 2ാമത്തെ ആളാണ്. ദൈവം നിവർത്തിക്കപ്പെടുവാനായി ദൈവം വിളിച്ച് വേർപെടുത്തിയ വ്യക്തി. കോയത്തേരി തൂമ്പുംപാട്ട് കുടുംബത്തിൽ നിന്നും മലശ്ശേരി പോയി പാർത്ത 2 സഹോദരന്മാരിൽ ഒരാളായ ജോൺ താമസ് ഉദയനൂർ ഏരിയാമയുടെയും 8 മക്കളിൽ 5ാമനായി 1930 നവംബർ 18-ന് പൂജാതനായി. ദൈവത്തിന്റെ അതുല്യമായ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുവാൻ ദൈവം വിളിച്ചു വേർപെടുത്തിയ പുരോഹിത ശ്രേഷ്ഠൻ. അച്ഛൻ ഇതിന്റെ സ്നേഹവും കരുതലും ശുശ്രൂഷയും ഒക്കെ ഞാൻ അത്ഭുതത്തോടെ കണ്ടത്. എന്തെന്ന് പ്രവൃത്തിയിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ദൈവപരിശീലനം മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുത്തു. പരിശുദ്ധാത്മഫലങ്ങളായ സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത എന്നിവയെ ഈ 9 ഫ്രൂട്ട്സിന്റെ സ്പിരിറ്റും അച്ഛനിൽ വിളങ്ങി വന്നു. എൻ്റെ 28ാമത്തെ വയസ്സിൽ പട്ടമേറ്റ സഭ 1955-56 കാലയളവിൽ തീരത്തോട് പ്രദേശങ്ങളിൽ ആദ്യമായി സേവനം അനുഷ്ഠിച്ചു. അന്ന് 11 വയസ്സുകാരിയായ എനിക്കും കുറ്റാൽ സന്ദർശിക്കാൻ ഉള്ള അവസരം ലഭിച്ചു. 1958 കാലയളവിൽ പുനലൂർ ജില്ലയിലായിരുന്നപ്പോൾ ഹൃദയാഘാതം മൂലം ഹോസ്പിറ്റലിലായിരുന്ന തന്റെ പിതാവിനെ ശുശ്രൂഷിക്കുന്ന ചുമതല ഏറ്റെടുത്തു. കുപ്പായമിട്ട് താടി വളർത്തി വെളിഞ്ഞ് വെളുത്ത നീളമുള്ള യുവാവ് തന്റെ പിതാവിന്റെ രോഗശൈലിക്ക് സമീപം നിന്ന് ശുശ്രൂഷ ചെയ്യുന്ന രൂപം എന്റെ മനസ്സിന് മായാതെ ഇന്നും കിടക്കുന്നു. മറ്റുള്ളവരെ തന്നെ പോലെ തന്നെ സ്നേഹിക്കുവാൻ സാധിക്കുമെന്ന പ്രവൃത്തിയിലോട്ട് കാണിക്കുന്നു. 1966 മുതൽ 70 വരെ ബോംബെ അണ്ടർകൂർ സ്പാനിഷ് വിദ്യാർത്ഥിയായിരുന്നു. പലരുടെയും അഭിപ്രായ വ്യത്യാസം കാരണം വളരെ കലുഷിതമായിരുന്ന ഇടവകയിൽ അന്നത്തെ അന്തരീക്ഷം. അച്ഛന്റെ സ്നേഹാത്മകമായ പെരുമാറ്റവും നേതൃത്വവും കൊണ്ട് അന്തരീക്ഷം ശാന്തമാണ്. സ്നേഹവും സന്തോഷവും ബഹുമാനപ്പെട്ട ടി തോമസ് അച്ഛന്റെ 91ാം ജന്മദിനത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലും വാരിക്കാട് സിഹിയോൻ മർത്തോമ ഇടവകയുടെ പേരിലും എല്ലാവിധമായ ജന്മദിന ആശംസകളും ഈ സമയത്ത് നേരുന്നു. ഈ സന്തോഷ നിമിഷത്തിൽ കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവയ്ക്കുവാനായി ബഹുമാനപ്പെട്ട ടി തോമസ് അച്ഛനെ കുടുംബാംഗങ്ങളെ ഏറ്റവും ആദരവോടുകൂടെ ക്ഷണിച്ചുകൊള്ളുന്നു. കുടുംബാംഗങ്ങളെ ഏറ്റവും സ്നേഹത്തോടുകൂടെ മുൻപോട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. Happy birthday to you. Happy birthday to dear Arjun. Happy birthday to you.
bless you. God bless you, dear Achan. Happy birthday to you. ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛനെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതിനായി ബഹുമാന്യനായ പ്രസാദ് വി കുര്യത്തച്ഛനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. അതിനെ തുടർന്ന് വാരിക്കാട് സഹിയോൻ മാർത്തോമാ ഇടവകയുടെ ട്രസ്റ്റിമാരായിരിക്കുന്ന ശ്രീ എബ്രഹാം കോവൂർ, ശ്രീ ചാക്കോ ജേക്കബ് എന്നിവർ മുൻപോട്ട് വന്ന് അച്ഛനെ ആദരിക്കുന്നതായി പൂച്ചെണ്ട നൽകുന്നു. റവറൻ കെ ജി അലക്സാണ്ടർ അച്ഛൻ ഇപ്പോൾ പൂച്ചെണ്ട് നൽകി ടി തോമസ് അച്ഛനെ ആദരിക്കുന്നു. ഇടവക ട്രസ്റ്റിമാരായ ശ്രീ എബ്രഹാം കോവൂർ, ശ്രീ ചാക്കോ ജേക്കബ് എന്നിവർ ഇടവകയുടെ ആദരം സമർപ്പിക്കുന്നു. ഈ ധന്യമായ നിമിഷത്തിൽ മറുപടി പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട ടി തോമസ് അച്ഛനെ ഏറ്റവും വിനയപൂർവ്വം ക്ഷണിക്കുന്നു. അഭിമന്യ മെത്രാപ്പൊലീത്ത തിരുമേനി, ശ്രീ തീമത്യോസ് തിരുമേനി, ഇവിടെ വന്നുചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛന്മാര്, പ്രത്യേകിച്ച് വികാരിച്ച് വന്നുകൂടിയിരിക്കുന്ന എല്ലാവരെയും, ദൂരെ ഇരുന്നുകൊണ്ട് ഈ പരിപാടികൾ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ വന്ദനം. തൊണ്ണൂറ് വയസ്സ് തികയുന്നതായ ഈ നവീകരണ ദിനത്തിൽ കോവിഡ് ആയതുകൊണ്ട് പ്രത്യേക പരിപാടികളൊന്നും വേണ്ട എന്ന് ഞാൻ ആലോചിച്ചിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെ ഉത്സാഹത്തിലും കുടുംബാംഗങ്ങളുടെ ഉത്സാഹത്തിലും പ്രകാരം ഒരു പരിപാടി ക്രമീകരിച്ചത്. എനിക്ക് ആശംസകൾ നേർന്നതായ ബഹുമാനപ്പെട്ട എല്ലാവരോടും ഉള്ളതായ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. എല്ലാവരും ഞാൻ അതുപോലെ അർഹനല്ല എന്ന് സമ്മതിച്ചുകൊണ്ട് എന്നെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത എല്ലാവർക്കായിട്ടും തന്നെ ശ്രദ്ധിക്കുന്നു. ഞാൻ ഇരുന്ന ഇടവകളിലെ പലരും, സ്ഥാപനങ്ങളിലെ പലരും പിന്നെ വീട്ടിൽ സന്ദർശിച്ച് ആശംസകൾ അറിയിക്കുണ്ടായി. എല്ലാവരോടും ഉള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇത്രയും സമയം ക്ഷമയോടുകൂടെ ഈ പരിപാടികളെ സംബന്ധിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കും. തന്റെ ത്യാഗപൂർവമായ പ്രവർത്തനങ്ങളെക്കാൾ ഉപരിയായി സൗമ്യമായ വാക്കുകൾ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച ബഹുമാനപ്പെട്ട ടി തോമസ് അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ ഇടവക സെക്രട്ടറി ശ്രീ മോനി തോമസ് കൃതജ്ഞത അറിയിക്കുന്നതാണ്. തോമസ് സഭയുടെ പരമാധ്യക്ഷൻ അഭിനന്ദ തിലേഷ്യസ് തിരുമേനി, അഭിനന്ദ തിമത്യോസ് തിരുമേനി, വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട ടി തോമസ് അച്ഛൻ്റെ 90ാം ജന്മദിനം അനുഗ്രഹമായി നടത്തുവാൻ ദൈവം തമ്പുരാൻ സഹായിച്ച കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. സമയ പരിമിതി മൂലം ഒറ്റവാക്കിൽ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ വിസ്മരിക്കാം. ഇന്നത്തെ ഈ യോഗത്തിന് അനുഗ്രഹിക്കപ്പെട്ടായിട്ടുള്ള സന്ദേശം നൽകി നമ്മെ അനുഗ്രഹിച്ച മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ അഭിമന്യ ജ്യൂഡീഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനിയോട്
ഇടവകയുടെയും ടി തോമസ് അച്ഛനെ കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള ആദരവും നന്ദിയും ഏറ്റവും വിനയപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു. ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ദൂത് നൽകി തന്ന ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ അഭിമന്യ തോമസ് മാർ തിമോത്തിയോസ് തിരുമേനിയോട് ഇടവയുടെ നാമത്തിലും കുടുംബാംഗങ്ങളുടെ പേരിലുമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഇതിനൊക്കെ ഏറ്റവും ചുക്കാൻ പിടിക്കുകയും കൈത്താൻ നൽകുകയും ചെയ്ത ഇടവ വികാരി ബഹുമാനപ്പെട്ട ഉമ്മൻ ഫിലിപ്പച്ചൻ ഇതിന്റെ ഓരോ ചെറിയ കാര്യങ്ങളിലും അച്ഛന്റെ കരുതലും കൈത്താങ്ങലും നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. അച്ഛനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ആശംസകൾ അറിയിച്ച് സംസാരിച്ച ചേട്ടന്മാരാൻ ഭദ്രാസന സെക്രട്ടറിയും ഈ ഇടവാംഗമായ ബഹുമാനപ്പെട്ട ജോർജൻ മാത്യൂസ് ജോണച്ചൻ, പ്രൊഫസർ എ വി ടി, പ്രൊഫസർ എബ്രഹാം മാത്യു, മിസസ് കുഞ്ഞന്നാമ അബ്രഹാം എന്നിവരോടുള്ള നന്ദി അറിയിക്കുന്നു. സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിച്ച ബഹുമാന്യരായ പട്ടക്കാരായ കെ പി ജോസഫ് അച്ഛൻ, പ്രസാദ് വി കുര്യത്തച്ഛൻ, കെ ജി അലക്സാണ്ടർ അച്ഛൻ, ഒ സി കുര്യച്ചൻ, പി പി കുരുവിളച്ചൻ, കിഴക്കുമുത്ത് സെയിന്റ് പോൾസ് മാർത്തോമയുടെ വികാരിയായിരിക്കുന്ന ജോർജ് വർഗീസ് അച്ഛൻ എന്നീ ബഹുമാനപ്പെട്ട അച്ഛന്മാരോട് ഇവരുടെ നാമത്തിലുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഈ പരിപാടിക്ക് വേണ്ടതായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തതിന് ഇടവ ചുമതല പ്രത്യേകിച്ച് ട്രസ്റ്റിമാരായ എബ്രഹാം കോവൂർ, ചാക്കോ ജേക്കബ്, അതുപോലെ കൈസ്ഥാന സമിതി അംഗങ്ങൾ, ശുശ്രൂഷകൻ രാജൻ ചാക്കോ എന്നിവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിന്റെ ആലോചന മുതൽ ഈ സമയം വരെ എല്ലാ ക്രമീകരണങ്ങൾക്കും മാത്യു തോമസ് എം.എൽ.എയും അതുപോലെ ഞങ്ങളെ ഓരോരുത്തരെയും വേണ്ടതായിട്ടുള്ള കൈത്താങ്ങ് നൽകിയ അന്നോട്ടയുടെ ഭാഗമായിട്ടുള്ള ശ്രീ രാജൻ ജേക്കബിനുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. എന്നോടൊപ്പം നിന്ന് ഈ പരിപാടി ഇത്ര മനോഹരമാക്കുവാൻ ശ്രമിച്ചതായിട്ടുള്ള നമ്മുടെ ഇടവകളിലെ യൂത്ത്സ് ആയ ആശിഷ്, ജസ്വിൻ, അതുപോലെ നമ്മുടെ വൈദിക വിദ്യാർത്ഥി റോണി, ജെഫിൻ ജീസ് എന്നിവരോടുള്ള നന്ദി ഈ സമയത്ത് ഏറ്റവും ആദരവും അറിയിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ഈ മീറ്റിംഗിൽ ഇവിടെയും അതുപോലെ ഓൺലൈനായും പങ്കെടുത്ത് സാന്നിധ്യം കൊണ്ട് നമ്മെ എവരെയും സന്തോഷിപ്പിച്ച എല്ലാവരോടുള്ള നന്ദി ഒറ്റ വാക്കിൽ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സമാപന പ്രാർത്ഥനയ്ക്കായി ബഹുമാനപ്പെട്ട റവറൻ കെ പി ജോസഫ് അച്ഛനെയും ആശീർവാദത്തിനായി അഭിമന്യ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനിയെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും എഴുന്നേൽക്കും. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിഷ്ണുനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കുക. വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുന്ന് ദിനംതോറും നിമിഷം തോറും ഞങ്ങൾക്ക് ധാരാളമായിട്ടുള്ള നന്മകൾ തരുന്നു, ആയുസ്സും ആരോഗ്യവും തരുന്നു. ഇവിടുത്തെ നല്ല ദാനങ്ങൾ അനുഭവിച്ചാണ് ഭൂമിയിൽ ഞങ്ങൾ ജീവിക്കുന്നത്. ഇതിനൊക്കെ നന്ദി പറയുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ടി തോമസിനെ കഴിഞ്ഞ 90 വർഷക്കാലം സന്തോഷകരമായി അനുഗ്രഹകരമായി ജീവിപ്പാൻ അവിടുന്ന് സഹായിച്ചു. ഇന്ന് നവതിയുടെ ആഘോഷങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് ശാന്തമായി ശ്രദ്ധിപ്പാൻ പങ്കെടുക്കുവാൻ അവിടുന്ന് സഹായിച്ചല്ലോ. ഈ പുതിയ വർഷം നിലദാസനെ സന്തോഷം നിറഞ്ഞതായി തീരുവാൻ ഇടയാക്കണം. മക്കളെയും അവരുടെ മക്കളെയും കുടുംബങ്ങളെയും രാഷ്ട്രീയമുള്ളവരെയും എല്ലാ പ്രിയപ്പെട്ടവരെയും ഒക്കെ പ്രാർത്ഥിക്കുന്നു. അന്യോന്യം സ്നേഹവും കരുതലും ഉള്ളവരായി ജീവിക്കാൻ ഇടയാക്കണം. ഞങ്ങൾ പ്രത്യേകിച്ച് മെത്രാപ്പൊലീത്ത തിരുമേനിയിൽ നിന്നും തിമോത്തിയോസ് തിരുമേനിയിൽ നിന്നും കേട്ടതായിട്ടുള്ള നല്ല ഉപദേശങ്ങൾ, നല്ല തിരുവചന സത്യങ്ങളൊക്കെ ഗ്രഹിച്ച് നിന്നെ പൂർണ്ണമായി അനുഗമിക്കുന്നവരായി തീരുവാൻ ഇടയാക്കണം. കർത്താവേ, നാളെ ഭൂമിയിൽ എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നില്ല. സംഭവബോധമായ ഭൂമിയിൽ ഒരു ദിവസം കൂടെ ഞങ്ങൾ ജീവിച്ചു. പാദം മുതൽ പ്രദോഷം വരെ കാത്ത പരിപാലിച്ചതിന് നന്ദി പറയും. രാത്രിയുടെ നിശബ്ദതയിൽ ഞങ്ങൾ വിശ്രമിക്കുമ്പോൾ നല്ല ഉറക്കം തന്നാൻ വിഭാഗത്തിൽ എഴുന്നേറ്റ് ദൈവത്തെ വിളിച്ചുകൊണ്ട് പുതിയ ദിവസം തുടങ്ങുവാനും ഇടയാക്കണം. എല്ലാ ദോഷങ്ങളിലും വിടിവിക്കണം. യേശുവിൻ നാമത്തിൽ യാചിച്ചുകൊള്ളുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധ റൂഹായുടെ സംസർഗ സഹവാസം
പ്രിയരെ, നമ്മുടെ എല്ലാവരോടും കൂടെ, പ്രത്യേകമായി ടി തോമസ് അച്ഛനോടും കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. Thank you very much. God bless you all.